ിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഇൻഡസ്ട്രി നമുക്ക് വേണ്ടി ഒരുക്കി നൽകുന്ന ആ ഒരു അവസരത്തെ പറ്റി കേൾക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു വാം വെൽക്കം. അപ്പോ ഇന്ന് എന്താണ് ഈ ഒരു അവസരം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കേൾക്കാൻ പോകുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണ്, ഇതുകൊണ്ട് എനിക്ക് എന്റെ കുടുംബത്തിലേക്ക് എന്താണ് ഒരു ബെനിഫിറ്റ് എന്നൊക്കെ ഓർത്ത് നമ്മുടെ ഒരു വിലപിടിപ്പുള്ള ടൈം ഇന്നിവിടെ സ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് ഈ കമ്പനി എന്ന് വളരെ മനോഹരമായിട്ട് പറഞ്ഞു തരാനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ വന്നിരിക്കുന്നത് മറ്റാരുമല്ല, കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്ക് പൊസിഷനിൽ നിന്നുകൊണ്ട് വളരെ ഫുൾ ടൈം ആയിട്ട്, അതായത് സാർ ഒരു ഓഫീസ് ഓട്ടോമേഷൻ മേഖലയിലെ മാനേജിംഗ് പാർട്ണറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. വയനാടാണ് സാറിന്റെ സ്വദേശം എന്ന് പറയുന്നത്. ഇന്ന് സാറിന്റെ ബിസിനസ് മേഖലയുമായി സെറ്റിൽഡ് ആണ്. ഇന്ന് ആ ഒരു ബിസിനസ് മേഖലയെല്ലാം തന്റെ പാർട്ട്ണറിനെ ഏൽപ്പിച്ചുകൊണ്ട് ഏകദേശം 2.5 വർഷത്തോളമായി ഫുൾ ടൈം ആയിട്ട് വിജയിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റ് വളരെ മനോഹരമായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്ന കമ്പനിയുടെ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ ലിനീഷ് സാറിനെ ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സർ, വാം വെൽക്കം ടു ദ സ്ക്രീൻ. പേര് വയനാടാണ് സ്വദേശം. കഴിഞ്ഞൊരു 3 വർഷക്കാലമായിട്ട് ഈ പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ 8ാമത്തെ റാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചോളം ഒരു അവിചാരിതമായിട്ട് ഈ പ്രൊജക്റ്റിലേക്ക് വന്നത് എന്റെ സിസ്റ്ററിലൂടെയാണ് ഈ പ്രൊജക്റ്റിലേക്ക് എത്തിയത്. അപ്പം ഈ പ്രൊജക്ട് എന്താണെന്നും എങ്ങനെയാണെന്നും മനസ്സിലാക്കാതെയായിരുന്നു ഞാൻ വന്നത്. പക്ഷെ ഒരു കുറഞ്ഞ സമയം കൊണ്ട് ഈ കമ്പനിയുടെ ഒരുപാട് അച്ചീവ്മെന്റ്സും കാര്യങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ഇന്ന് ഫുൾ ടൈം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു പ്രൊജക്ട് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കുറഞ്ഞ സമയം ഈ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് ഈ കമ്പനിയുടെ പ്ലാൻ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. ഡിജിറ്റൽ എന്നൊരു ആശയമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡിജിറ്റൽ എന്നാൽ ലോകത്തിൽ 2 തരത്തിലുള്ള പർച്ചേസ് രീതികളാണുള്ളത്. ഒന്ന് ഫിസിക്കൽ, അതായത് നേരിട്ടുള്ള ഷോപ്പുകളിലേക്ക് പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന രീതി. രണ്ടാമത് ഡിജിറ്റൽ, ഓൺലൈൻ ആയിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമിൽ പർച്ചേസ് ചെയ്യുന്ന പോലത്തെ രീതികൾ. ഈ 2 രീതികളെ മെർജ് ചെയ്തുകൊണ്ട് ലോകത്തിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഡിജിറ്റൽ കമ്പനിയാണ് Fijica.com. വൺസ് അഗൈൻ വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. ടെക്നോളജിയുടെ ചേഞ്ചസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാലഘട്ടത്തിൽ വലിയൊരു മാറ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ കാലത്ത് ലാൻഡ് ഫോൺ ആണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പം മൊബൈൽ ഫോണുകളും ടെക്നോളജി, ഇന്ന് AI അടക്കമുള്ള ടെക്നോളജിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. ഇവിടെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ ബുദ്ധിയുള്ളവരോ ശക്തിവാന്മാരോ അല്ല വിജയിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ആളുകളും ബിസിനസ് രീതികളും ഒക്കെയാണ് വിജയിക്കുക. അപ്പൊ മാറ്റത്തെ ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാൻ തയ്യാറുള്ള വ്യക്തികൾക്കൊപ്പം വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫാസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി. ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന 4 മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഒന്നാണ് ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് ഇലക്ട്രോണിക് കൊമേഴ്സിന്റെ ഷോർട്ട് ഫോം ആണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഞാൻ ആദ്യമേ പറഞ്ഞു. അതുപോലുള്ള ഇ കൊമേഴ്സ് സൈറ്റ് ആണ് കമ്പനി ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതൊരു മേഖല വന്നിട്ടുണ്ടെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ആണ്. ഇടനിലക്കാരില്ലാത്ത കച്ചവടം. അതായത് ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന രീതിയാണ് കമ്പനി ഡയറക്ട് സെല്ലിംഗ് എന്ന മേഖലയോട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു മേഖല റെഫറൽ മാർക്കറ്റിംഗ്. റെഫർ തന്നെ നമുക്കൊരു കൺസെപ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. ആ റെഫർ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന രീതിയാണ് റെഫറൽ മാർക്കറ്റിംഗ്. ലോകത്ത് അല്ലെങ്കിൽ റെഫറൽ മാർക്കറ്റിംഗ് ഈ മേഖലയിൽ അറിയപ്പെടുന്ന പല പേരുകൾ നമുക്കറിയാം. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലവസരം കൊടുക്കുകയും കഴിഞ്ഞ 60 വർഷത്തെ കണക്കെടുപ്പ് നടത്തിയ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ബിസിനസ് ചെയ്തുകൊണ്ട് അവരുടെയൊക്കെ ലൈഫിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. 120 യൂണിവേഴ്സിറ്റികൾ ഈ മേഖലയെ കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈ മേഖല വലിയ രീതിയിൽ കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും സപ്പോർട്ട് ചെയ്യുന്ന മേഖലയാണ്. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കും പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ അവരെ ചെയ്യുന്ന ജോലിയോടൊപ്പം അല്ലെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സോ എന്ത് തന്നെയായിട്ട് അതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് റെഫറൽ മാർക്കറ്റിംഗ്. ഈ മേഖല Fijica.com ഉണ്ട്. കൂടാതെ ഹെൽത്ത് ആൻഡ് വെൽനസ്. ഈ ഒരു മേഖല കോവിഡ് കാലത്തിന് ശേഷം വളരെയധികം ശക്തിപ്പെട്ടുള്ള മേഖലയാണ്. നമ്മുടെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, രോഗം പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ട്, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ആ മേഖല വളരെ ശക്തമായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ നെക്സ്റ്റ് $1 ട്രില്യൺ ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരമാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. അങ്ങനെ ഈ 4 മേഖലകളെയും വളരെ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മേഖലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് Fijica.com എന്നുള്ള കമ്പനി പ്രവർത്തിക്കുന്നത്. ഇ കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ.
ലോകത്തില് ഇ കൊമേഴ്സ് മേഖല വലിയ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ നമ്മൾ 2009 മുതലാണ് ഇതിന്റെ കണക്കെടുപ്പ് നടത്തിയിരിക്കുന്നത്. അന്ന് നമുക്ക് മനസ്സിലാക്കാം $390 കോടി കച്ചവടമാണ് 2009 വന്നെങ്കിലും റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ 2016 വരുന്ന സമയത്ത് 3800 കോടിയായി. അതിന് കാരണം സ്മാർട്ട് ഫോണിന്റെ ഒക്കെ വരവാണ്. 2026 അടുത്ത വർഷത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 20,000 കോടിക്ക് മുകളിൽ കാണുന്ന ഫേസ്ബുക്ക്, ആമസോൺ, പേപ്പാൽ, ഊബർ പോലുള്ള ഇ കൊമേഴ്സ് കമ്പനികൾ. അപ്പോൾ വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രിയാണ് Fujica.com എന്നുള്ള കമ്പനി. ഈ ഒരു ഇ കൊമേഴ്സ് കമ്പനിയാണ്. ഡയറക്ട് സെല്ലിംഗ് ബൂമിംഗ്. ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയ്ക്ക് ലോകത്താകമാനം നടത്തുന്ന കച്ചവടത്തിന്റെ ഒരു കണക്കെടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് USA ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ളത്. 33 കോടി ജനങ്ങളുള്ള USA 3,37,810 കോടിയുടെ ടേൺ ഓവർ ഉണ്ട്. പക്ഷെ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് 140 കോടിയിൽ പരം ജനങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വെറും 19,000 കോടിയുടെ ടേൺ ഓവർ മാത്രമേ ആയിട്ടുള്ളൂ. എന്തുകൊണ്ട് ഈ മേഖല ഇവിടെ വന്നിട്ടില്ല, വലിയ രീതിയിൽ ഡെവലപ്ഡ് ആയിട്ടില്ല? അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയുക മാർഗദർശനം ഒന്നുമില്ലാതെ കുറെ കമ്പനികൾ മുമ്പൊക്കെ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഇന്ന് ഈ മേഖല ഫുള്ളായിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ഫുള്ളി ലീഗലൈസ് ചെയ്തുകൊണ്ടാണ് ഈ മേഖല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ മേഖല 64,500 കോടിയിലേക്ക് മാറുമെന്നാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം, ഇന്ന് ഈ മേഖല പല കമ്പനികളായിട്ട് വർക്ക് ചെയ്യുന്ന 58 ലക്ഷത്തിലുള്ള ആളുകളുണ്ട്. അതിൽ 53% വിമൻ പാർട്ടിസിപ്പേഷൻ ആണ്. അതായത് സ്ത്രീ ശാക്തീകരണം യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു മേഖല തന്നെയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിലബസ് ആയിട്ട് ലോകത്ത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കൃത്യമായിട്ട് പാഠ്യ വിഷയമായിട്ട് സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നുണ്ട്. അണ്ണാ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിയുടെ എംഡോസ് ഒക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. ലോകത്തെ അതിപ്രശസ്തമായ ബിസിനസ് സ്കൂളായ ഹാർവർഡ് ബിസിനസ് സ്കൂൾ അടക്കം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു സിലബസ് ബേസ്ഡ് കണ്ടന്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിനർത്ഥം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വരും തലമുറകൾ ഈ മേഖലയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വലിയൊരു ബിസിനസ് അവസ്ഥയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് വേണ്ട രീതിയിൽ മാറണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് വലിയ തൊഴിലവസരം കൊടുക്കുന്ന ഒരു മേഖല ആയതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കുന്നത്. ലീഗൽ സർട്ടിഫിക്കറ്റ്സ്. ഇന്ത്യയിലെ ഈ കമ്പനി ലോഞ്ച് ചെയ്ത സമയത്ത് നമ്മൾ എടുക്കേണ്ട കൃത്യമായിട്ട് കൊണ്ടുവരേണ്ട ലീഗൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെയാണ്. ഈ കമ്പനിക്ക് ആവശ്യമുള്ള പാൻ കാർഡ്, കമ്പനി രജിസ്ട്രേഷൻ, മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടാണ് ഈ കമ്പനി വന്നിരിക്കുന്നത്. ഗൈഡ്ലൈൻസ് ഓൺ ഡയറക്ട് സെല്ലിംഗ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ്ലൈൻസും തൊട്ടടുത്ത സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗൈഡ്ലൈൻസും കാണാം. 2016 ഈ മേഖലയ്ക്ക് ആവശ്യമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ ഗൈഡ്ലൈൻസ് വരുന്നത്. അതിനുശേഷം 2018 സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആദ്യമായിട്ട് ഈ മേഖലയ്ക്ക് ആവശ്യമായ ഗൈഡ്ലൈൻസ് കൊണ്ടുവന്നത്. അതിലെ ഏറ്റവും അഭിമാനകരമായ കാര്യം കേരള ഗവൺമെന്റ് ആണ് ഡയറക്ട് സെല്ലിംഗിന്റെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മേഖലയുടെ ഗൈഡ്ലൈൻസ് ഇന്ത്യക്ക് ആകമാനം ഒരു മാറ്റമായിട്ട് ആദ്യമായിട്ട് കൊണ്ടുവന്നതാണ്. 2021 ഇതിന്റെ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ 2021 ഡിസംബർ 28 റൂൾസ് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിലേക്ക് തന്നെ മാറിക്കൊണ്ട് വലിയ രീതിയിലൊരു മാറ്റമാണ് ഈ മേഖലയിൽ വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനി, ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമാണ് ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഈ മേഖലയുടെ ഒരു പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് തന്നെ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇന്ത്യയിലെ പത്രമാധ്യമങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടാണ് ഈ പ്രൊജക്ട് ലോഞ്ച് ചെയ്ത്. 2018 ബോബി ചെമ്മണ്ണൂർ ലീഡ് ഫിജികാർട്ട് ഇന്ത്യ എന്നൊരു വാർത്ത നമുക്ക് കാണാം. ഇന്ത്യ എക്സ്പ്രസ് വന്നാണ്. തൊട്ട് താഴെ നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന പ്രമുഖ മലയാള പത്രങ്ങളിലെല്ലാം വാർത്തകളുണ്ട്. അതിൽ മനസ്സിലാക്കാൻ 100 കോടിയാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് ഈ പ്രൊജക്ടിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഈ പ്രൊജക്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്. ഒരു വെൽനസ് പ്രോഡക്റ്റ് ഇന്ത്യയിലേക്ക് പുറത്തു നിന്നുകൊണ്ട് ഈ കമ്പനി ലോഞ്ച് ചെയ്ത സമയത്ത് 2018 അൾട്ടവർ ദുബായിൽ വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത സമയത്ത് അന്നത്തെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുള്ള സാനി മിർസിയാണ് വന്നിട്ടുള്ളത്. കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജറെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഫിജികാർട്ട് ഇന്ത്യൻ ലോഞ്ച്. ഈ കമ്പനി ലോഞ്ച് ചെയ്ത സമയം 2018 ജൂലൈ 8 അറ്റ്ലസ് കൺവെൻഷൻ അങ്കമാലിയിലായിരുന്നു കമ്പനിയുടെ ഒഫീഷ്യൽ ഇനാഗുറേഷൻ നടന്നത്. അന്ന് ഈ കമ്പനിയുടെ ഉദ്ഘാടനം നടത്തിയത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന തിലോത്തമൻ സാറാണ്. ചീഫ് ഗസ്റ്റ് ആയിട്ട് നമുക്ക് കാണാം തമന്ന ഭാട്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് കമ്പനി ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. അതിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരെല്ലാം നമുക്കിവിടെ കാണാം. അപ്പൊ എല്ലാവരും അറിയിച്ചുകൊണ്ടാണ് Fujica.com എന്നുള്ള കമ്പനി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വലിയ രീതിയിൽ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് Fujica.com. നമ്മൾ ഈ കമ്പനിയുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്യാൻ നേപ്പാൾ, മലേഷ്യ, US പോലുള്ള രാജ്യങ്ങളിലൂടെ ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാനിങ്ങും കമ്പനിക്കുണ്ട്. മാനേജ്മെന്റ്. ഏതൊരു കമ്പനിയെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സംശയമാണ് കമ്പനിയുടെ മാനേജ്മെന്റ് ആരാണ് എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ വളരെ പ്രമുഖനായ ഒരു ബിസിനസ് വ്യക്തിത്വമാണ് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിട്ടുള്ള ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ. ആമുഖങ്ങളില്ലാതെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ബിസിനസ്സുകാരൻ. ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാവുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ്. ഈ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ഇദ്ദേഹത്തിന് ജ്വല്ലറികൾ മാത്രമല്ല ബിസിനസ് ആയിട്ട് വരുന്നത്. ഒരുപാട് ബിസിനസ് മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. NBFC ബാങ്ക്, സ്റ്റീറ്റ്സ്, ഇന്ത്യ ലിമിറ്റഡ്, മൈക്രോ ഫൈനാൻസ് കമ്പനികൾ, ഒത്തിരി സ്ഥാപനം നടത്തുന്നുണ്ട്. റീസെന്റ് കോച്ചെ 1000 ഏക്കർ
വന്നിട്ട് ഒരു 1000 ഏക്കർ വയനാട്ടിൽ പർച്ചേസ് ചെയ്യുന്ന ബോച്ചേറ്റി എന്ന ട്രെൻഡിങ് ആയിട്ട് പ്രൊഡക്റ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഓൺ റോസറി വരുന്ന ഒരു സ്ഥാപനത്തിൻ്റെതാണ് ഫിജികാർഡ്.കോമും ഈ കമ്പനിയുടെ ഭാഗമാണ്. കമ്പനിയുടെ വിഷൻ നമ്മൾ ചെറുകിട കച്ചവടത്തിൽ നിന്ന് നല്ല പ്രൊഡക്റ്റ് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും ഷോപ്പ് ചെയ്തുകൊണ്ട് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ കമ്പനി വളരുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഈ കമ്പനിയുടെ മിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകൾക്ക് ഈ ബിസിനസ് അവസരം കൊടുക്കുക. അതായത് നമ്മൾ ഷോപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ ഷോപ്പിങ്ങിലൂടെ കമ്പനി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ബിസിനസ് അവസരവും അവരുടെ ലൈഫ് വലിയ ഇതിൽ മാറ്റങ്ങൾ വരുത്തി ഒരു ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് സമൂഹത്തെ കെട്ടിപ്പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഫിജികാർഡ്.കോം എന്നുള്ള കമ്പനി വർക്ക് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇവിടെ ഫിജികാർഡ്.കോമിന്റെ കോർപ്പറേറ്റ് ഓഫീസിന്റെ പിക്ചറാണ് നമ്മൾ കാണുന്നത്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പഴയ ടോൾ പാസിക്ക് അടുത്താണ്. തൊട്ടടുത്തായിട്ട് കാണുന്നത് കമ്പനിയുടെ തൃശ്ശൂർ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ്. അതുകൂടാതെ ടോൾ പാസിക്ക് അടുത്ത് തന്നെ കമ്പനിയുടെ ഒരു വെയർ ഹൗസ് വരുന്നുണ്ട്. കമ്പനിയുടെ കോയമ്പത്തൂർ ലോജിസ്റ്റിക് ഹബും കോയമ്പത്തൂർ തിരുപ്പൂർ ഫാക്ടറി അതുപോലെ തന്നെ ലോജിസ്റ്റിക് സംവിധാനങ്ങളൊക്കെയാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്. ഞാൻ അതേ പറഞ്ഞു, ഇത് ഫിസിക്കലായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്ലെറ്റ്സിന്റെ ഫോട്ടോസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ത്യയിലിപ്പം 70 ഔട്ട്ലെറ്റ്സ് കമ്പനി അവൈലബിൾ ആണ്. കേരളത്തിൽ മാത്രം അല്ല, കേരളത്തിന് പുറത്ത് മേഘാലയയിലടക്കം നിലവിൽ ഔട്ട്ലെറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഫിജി ബ്രാൻഡ്സ് ഈ കമ്പനിയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൊട്ട് വെപ്പോനും പേരുള്ള പ്രൊഡക്റ്റുകൾ ഓൺ ബ്രാൻഡിൽ കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ആദ്യത്തെ ബ്രാൻഡാണ് ആര്യസൂക്ത എന്ന് പറയുന്നത്. ഗ്രോസറി ഐറ്റംസും അതുപോലെ വെൽനസ് പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചാണ് കമ്പനി വരുന്നത്. അതിനകത്ത് വെൽനസും കോസ്മെറ്റിക് ഐറ്റംസും ആണ് ആര്യസൂക്ത എന്ന ബ്രാൻഡിൽ. ഫിജി ഗ്രോസറി ഐറ്റംസ് ആണ്, ഡീലർ ഉൽപ്പന്നങ്ങളാണ്, ബോബി മസാല ഐറ്റംസ് ആണ്, ഒലിവിയർ എന്ന് പറഞ്ഞ കുക്ക്വെയർ പ്രൊഡക്റ്റുകൾ, നമുക്ക് വീറോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോസ്മെറ്റിക് ബ്രാൻഡും, അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകൾ കമ്പനിയുടെ ഓൺ ബ്രാൻഡിൽ വരുന്നുണ്ട്. ഈ കമ്പനി ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡുകളും ഫിജികാർഡ്.കോമിലൂടെ പർച്ചേസ് ചെയ്യാം. നമുക്ക് ഗ്രോസ് ഐറ്റംസ് ആകട്ടെ, ഇലക്ട്രോണിക്സ് കാറ്റഗറി പ്രൊഡക്റ്റുകളാകട്ടെ, കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റുകളല്ലാതെ നമുക്ക് അറിയാവുന്ന വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന പല ബ്രാൻഡുകളുടെയും പ്രൊഡക്റ്റുകൾ ഫിജികാർഡ്.കോമിന് തീർച്ചയായിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാം. നിലവിൽ എന്ത് പ്രൊഡക്റ്റുകളും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഫിജികാർഡ്.കോം. ഇത്രയും വലിയൊരു കമ്പനിയായിട്ട് എങ്ങനെ എൻ്റർ ചെയ്യാം? വളരെ സംശയമായിട്ട് ഒന്നും ചിന്തിക്കേണ്ടതില്ല. സിമ്പിൾ ആയിട്ട് ഡോക്യുമെന്റേഷൻ ആണ്. കാരണം നമുക്ക് സാധാരണക്കാരെ ലൈഫിലും മാറ്റം വരുത്താൻ വലിയ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അവരുടെ KYC അഡ്രസ് ഡീറ്റെയിൽസ്, പാൻ കാർഡിന്റെ കോപ്പി, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഈ കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്യാനുള്ള രേഖകളായിട്ട് വേണ്ടത്. ഡയറക്ട് സെല്ലേഴ്സ് എഗ്രിമെന്റ് ആണ്. ഡിജിറ്റലായിട്ട് ഫോം സൈൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. എന്താണ് നമ്മുടെ വർക്ക്? ഫിജികാർഡ്.കോം കോൺസെപ്റ്റിൽ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടോ ഫിസിക്കലായിട്ടോ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാം. ഓൺലൈൻ പ്രൊമോഷൻ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സൂം മീറ്റിംഗ്, അതുപോലെ തന്നെ കമ്പനിക്ക് ഒരു റെപ്ലിക്കേറ്റർ വെബ് ലിങ്ക് ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഈ റെപ്ലിക്കേറ്റർ വെബ് ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഓൺലൈനായിട്ട് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാം. ഫിസിക്കൽ പ്രൊമോഷൻ, കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ഫിസിക്കൽ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഹോൾ മീറ്റിംഗിന് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഇന്ന് കേരളത്തിൽ പുറത്തുമൊക്കെ മീറ്റിംഗ്സ് കമ്പനി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ മീറ്റിംഗിലൂടെ ഈ കമ്പനിയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ അറിയുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള കോൺടാക്റ്റിൽ നമുക്ക് നേരിട്ട് ചെന്ന് ഈ ബിസിനസ് അവസരം ഷെയർ ചെയ്തുകൊണ്ട് ഫിസിക്കലായിട്ട് കമ്പനിയെ പ്രൊമോട്ട് ചെയ്യാം. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്താണ് ഇതിൽ മാറ്റം വരുത്താൻ പറ്റുക? ഫിജികാർഡ്.കോം എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സ്ട്രൈറ്റ് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാം. സാധാരണ ഒരു കച്ചവടവും ഫിജികാർഡ്.കോമുള്ള ഡിഫറൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചറിൽ നിന്ന് C&F ഏജൻസി വഴി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഒരു കസ്റ്റമറുടെ എത്തുന്നതിനും 60 to 80% പ്രോഫിറ്റ് അവിടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് അതിലുള്ള ഇടനിലക്കാർക്കും പരസ്യ കമ്പനികൾക്കുമാണ് പോകുന്നത്. ഇ കൊമേഴ്സിലേക്ക് വരുന്ന സമയത്ത് മാനുഫാക്ചറിൽ നിന്ന് അത് വെണ്ടർ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കമ്പനി, ഇപ്പൊ ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോൺ എന്നുള്ള കമ്പനിയിലേക്കാണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് വാങ്ങാം. അപ്പൊ ഇത്രയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് വിലക്കുറവ് കിട്ടും. പക്ഷെ ഫിജികാർഡ്.കോം എന്ന കോൺസെപ്റ്റിൽ നമ്മൾ വരുന്ന സമയത്ത് മാനുഫാക്ചർ എന്ന ഡയറക്റ്റ് ആയിട്ട് വെണ്ടറായിട്ടുള്ള ഫിജികാർഡ്.കോം ഇ കൊമേഴ്സ് സൈറ്റിലേക്കാണ് പ്രൊഡക്റ്റ് വരുന്നത്. അതിൽ നിന്ന് കസ്റ്റമർക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. അതായത് ഒരു കസ്റ്റമർ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എന്ത് പ്രൊഡക്റ്റുകളും പർച്ചേസ് ചെയ്യുന്ന ഫിജികാർഡ്.കോം വരാം. ദെൻ അവർക്ക് ഒരു പാർട്ണർ സ്റ്റോറും കൂടിയാണ് കമ്പനി പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇതിന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നത്. ഈ കമ്പനിയുടെ ലാഭത്തിന് 42% നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നൊരു സിസ്റ്റമാണ് വരുന്നത്. അപ്പൊ ഏതെല്ലാം രീതിയിലാണ് നമുക്ക് വരുമാനം കിട്ടുക എന്നാണ് അടുത്ത സൈഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രോഫിറ്റ് ഷെയറിംഗ് പ്ലാൻ കമ്പനിയുടെ 7 തരത്തിലുള്ള വരുമാനമാണ് കമ്പനി നമുക്ക് ഓഫർ ചെയ്യുന്നത്. റിറ്റെയിൽ പ്രോഫിറ്റ് തൊട്ട് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് വരെ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം.
റീറ്റെയിൽ പ്രോഫിറ്റ്. ഈ കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി പറയുന്നത് ഒരൊറ്റ തവണ നിങ്ങളുടെ ലൈഫിൽ ഒരു 100 സെയിൽസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്യാം. അതായത് നമ്മളൊരു ഡിജിറ്റലായിട്ട് സ്റ്റോർ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യമെല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഒരൊറ്റ തവണ fijika.com എന്നുള്ള കൺസെപ്റ്റോടെ നമ്മൾ പർച്ചേസ് ചെയ്യുക. അത് ഫിസിക്കലായിട്ട് ഷോപ്പിൽ പോയിട്ട് വേണമെങ്കിൽ വാങ്ങാം, അതല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് നമ്മുടെ കമ്പനിയുടെ ആപ്ലിക്കേഷനിൽ നിന്ന് പ്രൊഡക്റ്റുകൾ ബുക്ക് ചെയ്ത് നമുക്ക് എടുക്കാം. 2 രസീത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ഒറ്റ കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ സമയം കമ്പനിയുടെ ലാഭവിഹിതം റീറ്റെയിൽ പ്രോഫിറ്റ് എത്രയാണോ നമ്മൾ വാങ്ങിച്ച പ്രൊഡക്റ്റിന്റെ ലാഭവിഹിതം നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണ്. ഇത് എത്ര തവണ കിട്ടുന്ന ചോദിച്ചാൽ എത്ര തവണ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടോ ആ തവണയെല്ലാം കമ്പനിയുടെ റീറ്റെയിൽ പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പൊ നിലവിൽ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഈ പ്രൊജക്റ്റിലൂടെ 2 ദിവസത്തിന്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നമ്മളുടെ ബിസിനസ് ചെയ്യേണ്ടത്? സാധാരണ ഒരു ബിസിനസ്സിൽ പരസ്യങ്ങളിലൂടെയാണ് പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തേക്ക് എത്തുക. പരസ്യങ്ങളും മീഡിയേറ്റേഴ്സും ഒക്കെ അവിടെ ഉണ്ടാവും. അവരൊക്കെ ഒഴിവായിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു അവസരമാണ് കമ്പനിയുടെ ടീം ബിൽഡിംഗ് ബോണസ്, അതല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് വഴി നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഒരു കച്ചവടം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്. then അതിന്റെ സബ് ബ്രാഞ്ചുകൾ നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ അറിയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോടൊപ്പം ഈ ഒരു അവസരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്ന് ഓരോ പ്രൊഡക്റ്റുകൾക്ക് താഴെയും നമ്മുടെ ഇ കോമേഴ്സ് ആപ്ലിക്കേഷൻ തുറന്ന് പർച്ചേസ് ചെയ്യാൻ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണാം. എല്ലാ പ്രൊഡക്റ്റുകൾക്ക് താഴെയും സെയിൽസ് വോളിയം തുറന്ന് കൊടുത്തിട്ടാം. അപ്പൊ ഒരു സെയിൽസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് അവരെ ആവശ്യത്തിന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൽ നടക്കുന്ന ഒരു കച്ചവടമായിട്ട് പരിഗണിച്ചുകൊണ്ട് നമ്മുടെ സബ് സ്റ്റോർ ആയിട്ട് അവരെ അഡ്രസ്സും ഡീറ്റെയിലും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സബ് സ്റ്റോർ ആയിട്ട് മനസ്സിലാക്കി ഒരു സെയിൽസ് വോളിയത്തിന്റെ കച്ചവടം ലെഫ്റ്റ് വിങ്ങിലും ഒരു സെയിൽസ് വോളിയത്തിന്റെ കച്ചവടം റൈറ്റ് വിങ്ങിലും നടന്നു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് 20 രൂപയാണ് ക്രെഡിറ്റ് ആവുക. അതായത് ഒരു വ്യക്തി ഇവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. അങ്ങനെ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് അവരൊരു 100 സെയിൽസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് ലെഫ്റ്റ് വിങ്ങിലും ഒരു 100 സെയിൽസ് വോളിയത്തിന്റെ പ്രൊഡക്റ്റ് റൈറ്റ് വിങ്ങിലും കച്ചവടം നടക്കുന്ന സമയത്ത് ഒരു ദിവസം 100 × 20 2000 രൂപ എന്ന രീതിയിൽ ഒരു ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. തന്നെ ഇത് ഒരു ദിവസം മാത്രമല്ല, ഇതൊരു ടീം ബിൽഡിംഗ് സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഒരു ദിവസം 500 സെയിൽസ് വോളിയത്തിന്റെ കച്ചവടം ടീമിലൂടെ നടന്നാൽ അത് മാച്ച് ചെയ്തുകൊണ്ട് 500 × 20 നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം 10,000 രൂപ ലഭിക്കും. ദെൻ കച്ചവടമാണ് കൂടും കുറയൊക്കെ ചെയ്യാം. ഇപ്പൊ ലെഫ്റ്റ് വിങ്ങിൽ 500 സെയിൽസ് വോളിയം നടന്നു, റൈറ്റ് വിങ്ങിൽ കച്ചവടം 1000 ആണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ സെയിൽസ് വോളിയം 500 ആയിട്ട് പരിഗണിച്ചുകൊണ്ട് 500 × 20 നമ്മുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ ക്രെഡിറ്റ് ചെയ്ത് തരുന്നു. കൂടുതലായിട്ട് വരുന്ന 500 സെയിൽസ് വോളിയം ക്യാരി ഫോർവേഡ് ആണ്. അതായത് കച്ചവടത്തിന്റെ ക്യാരി ഫോർവേഡ് ആയിട്ട് മാറ്റി വെക്കപ്പെടുന്ന എമൗണ്ട് പിന്നീട് എപ്പോഴാണോ കച്ചവടം നടക്കുന്ന സമയം ആ സമയം അത് മാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. കാരണം ഒരു ദിവസം പരമാവധി എത്ര രൂപ വരെ ക്രെഡിറ്റ് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1500 സെയിൽസ് വോളിയം, അതായത് 1500 × 20 30,000 രൂപ വരെ ഒരു ദിവസം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആണ്. ഇൻ കേസ് നിങ്ങൾ ചിന്തിക്കുക, 30,000 രൂപയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ മന്ത്ലി 9 ലക്ഷം രൂപ വരെ വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. ഇത് വാങ്ങുന്ന ഒട്ടനവധി ആളുകൾ ഈ കമ്പനിയിൽ അവൈലബിൾ ആണ്. ജനറേഷൻ ബോണസ് ഈ കമ്പനി അടുത്തൊരു വരുമാനമാണ്. കമ്പനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സ്റ്റോറുകൾ കൊടുക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനോട് നമ്മൾ റെഫർ ചെയ്ത സ്റ്റോറിലൂടെ റീപർച്ചേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയ സ്റ്റോറിൽ ഒരു സെയിൽസ് വോളിയത്തിന്റെ കച്ചവടം എന്നാൽ അതിന്റെ ലാഭവിഹിതത്തിന്റെ 20 to 50% നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി ക്രെഡിറ്റ് ചെയ്ത് തരും. അതായത് നമ്മൾ പരിചയപ്പെടുത്തിയ സ്റ്റോറുകളുടെ റീപർച്ചേസ് ആണ് നമുക്ക് ഇവിടെ ക്രെഡിറ്റ് ആവുക. ഇതിൽ എത്രയാണ് ലഭിക്കുന്നത് വെച്ചാൽ ഒരു ജനറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ 9 ജനറേഷൻ വരെ നമുക്ക് ഇവിടുന്ന് ഈ പറഞ്ഞ ജനറേഷൻ ബോണസ് നമുക്ക് വാങ്ങിച്ചെടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ടീമിൽ ഒരു 1000 പാർട്ട്നേഴ്സ് ഉണ്ട്. അത് നിത്യോപയോഗ പ്രൊഡക്റ്റുകളെല്ലാം തുടർന്ന് വാങ്ങുന്നതിന് പകരം fijika.com കൺസ്യൂമർ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1000 × 10 രൂപ ലാഭം കിട്ടിയാൽ പോലും 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കാം. ഒരു ഫാമിലി ആണെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കാം, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ടീമിനൊപ്പം ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് 1000 × 50 രൂപയാണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപ എടുക്കാവുന്ന രീതിയിലും, ഇനി അത് 1000 × 100 ആണെങ്കിൽ ഒരു മാസം 1 ലക്ഷം രൂപ എന്ന രീതിയിലേക്ക് വരുമാനം നമുക്ക് വാങ്ങിച്ചെടുക്കാം. ഇതൊരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം ആയിട്ട് മാറുന്നതാണ് കമ്പനിയുടെ ജനറേഷൻ ബോണസ്. അടുത്ത ഒരു സ്പെഷ്യാലിറ്റി ആണ് fijika.com എന്നുള്ള കമ്പനിക്ക് 13 റാങ്ക് ഉണ്ട്. അത് 3ാമത്തെ റാങ്കായ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ കമ്പനി ഒരു ചെറിയ 2000 പോയിന്റ് മാച്ച് ചെയ്തുള്ള റാങ്കിലേക്ക് എത്തുന്ന ആ സമയം തൊട്ട് 2 ലക്ഷം രൂപ ഫാമിലി ഇൻഷുറൻസ് കവറേജ് കമ്പനി കൊടുക്കുന്നുണ്ട്. 65 വയസ്സ് വരെയുള്ള ആൾക്ക് ഈ ഒരു ഇൻഷുറൻസ് കവറേജ് ഒരു ഫാമിലി കൊടുത്തുകൊണ്ടാണ് കമ്പനിയുടെ ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്നത്. 2 ലക്ഷം രൂപയാണ് ഇതിന്റെ വാല്യൂ. ഈ കമ്പനിയുടെ അടുത്തൊരു സ്പെഷ്യാലിറ്റി ആണ് കമ്പനിയുടെ മന്ത്ലി പെർഫോമൻസ് ബോണസ്. സെയിൽസ് മാനേജർ എന്ന കമ്പനിയുടെ വെറും
മൂന്നാമത്തെ റാങ്ക് തൊട്ട് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. അതായത് മൂന്നാമത്തെ റാങ്കിലേക്ക് എത്താനുള്ള ഒരു ക്രൈറ്റീരിയ 2000 സെയിൽസ് വോളിയം മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. അത് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് എത്തി. ആ സമയം തൊട്ട് നമ്മുടെ ടീമിൽ ഒരു 300 പോയിന്റിന്റെ കച്ചവടം, സെയിൽസ് വോളിയം കച്ചവടം തന്നാൽ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടീം ബിൽഡിംഗ് ബോണസ് ആയിട്ട് 6,000 രൂപ, മിനിമം ഒരു 12,000 നമ്മുടെ സെയിൽസ് മാനേജർ റാങ്കിൽ എത്തുന്നത് പെർഫോമൻസ് ബോണസ്. ഏറ്റവും ചുരുങ്ങിയൊരു 20,000 രൂപയ്ക്ക് മിനിമം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന റാങ്കാണ് കമ്പനിയുടെ പെർഫോമൻസ് ബോണസ് എന്ന്. ഈ റാങ്ക് തൊട്ട് ലൈഫ് ടൈം നമ്മുടെ നാഷണൽ സെയിൽസ് ടീം മാനേജർ റാങ്ക് വരെ നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ നമുക്ക് കിട്ടും. ഈ പ്രൊജക്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ 20 സെയിൽസ് കൊടുക്കും, 50 സെയിൽസ് കൊടുക്കും, 100 സെയിൽസ് കൊടുക്കും ഒക്കെ നമുക്ക് പർച്ചേസ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ 25 സെയിൽസ് വോളി ആണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ബോണസ് 10ാമത്തെ റാങ്ക് വരെയാണ് നമുക്ക് കിട്ടുക. 50 സെയിൽസ് വോളിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ പെർഫോമൻസ് ബോണസ് 11ാമത്തെ റാങ്ക് വരെയാണ് കിട്ടുക. 100 SPയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ നമ്മൾക്ക് ലൈഫ് ടൈം നമുക്കും നമ്മുടെ നോമിനിക്കും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. ആനുവൽ പ്രോഫിറ്റ് കമ്പനിയുടെ 11ാമത്തെ റാങ്കായ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ റാങ്ക് തൊട്ട് ഇന്ത്യയിൽ ആകമാനം നടക്കുന്ന കച്ചവടം, ഈ കമ്പനിയുടെ ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനുകളിലൂടെ നടക്കുന്ന കച്ചവടം, ഷോപ്പിൽ നടക്കുന്ന കച്ചവടം, ഫിജി കാർഡ് എന്നുള്ള കമ്പനിയിൽ എന്ത് കച്ചവടം നടന്നാലും അതിന്റെ എല്ലാം ലാഭവിധം 0.5 to 1.5% ഈ കമ്പനിയുടെ 11ാമത്തെ റാങ്കിൽ എത്തുന്ന വ്യക്തികൾക്ക് വേണ്ടി മാറ്റി ചെയ്യാം. 11ാമത്തെ റാങ്ക് തൊട്ട് 11, 12, 13 റാങ്കുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ആലോചിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം, വെറും ഒരു അഫിലിയേറ്റ് ആയിട്ടല്ല നമ്മൾ ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പാർട്ണർ ആയിട്ട് തന്നെയാണ് fijicard.com നമ്മളെ ക്ഷണിച്ചിരിക്കുന്നത്. അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്, ഈ കമ്പനിയുടെ അവാർഡുകളാണ്. സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ 6ാമത്തെ റാങ്ക് തൊട്ടാണ്. നമ്മുടെ 6ാമത്തെ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ 50,000 രൂപ ടാക്സ് അയച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. കമ്പനിയുടെ 6ാമത്തെ റാങ്ക്. കാർ ഫണ്ട്, ഈ കമ്പനിയുടെ 10ാമത്തെ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ് കമ്പനി നമുക്ക് ക്രെഡിറ്റ് ചെയ്തും ടാക്സ് അയച്ചിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഈ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്ന എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ടുകളായിട്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഒരു ഡീലർഷിപ്പിലേക്കോ അല്ലെങ്കിൽ കാർ വാങ്ങണമെന്ന് നിർബന്ധമൊന്നും കമ്പനി പറയുന്നില്ല. നമ്മുടെ ആവശ്യം നമുക്ക് ഈ പ്രൊജക്ടോടെ പർച്ചേസ് നടത്തി കമ്പനിയുടെ 10ാമത്തെ റാങ്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫണ്ട് നമുക്ക് വാങ്ങിച്ചെടുക്കാം. ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ് ഉണ്ട്. 11ാമത്തെ റാങ്ക് സമയത്ത് 2 പേർക്ക് ഇന്ത്യക്ക് പുറത്ത് പോയി ആസ്വദിച്ച് വരാനുള്ള ഒരു അവസരമാണ്. ഇത് ഇന്ത്യക്ക് പുറത്തേക്കുള്ള ഒരു ട്രിപ്പാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് ട്രിപ്പ് കമ്പനി സ്പോൺസർ ചെയ്യുന്നത്. ഈ ഒരു ട്രിപ്പ് മാത്രം കമ്പനി ക്യാഷ് ആയിട്ട് തരുന്നില്ല, വൗച്ചറാണ്. അപ്പൊ നമ്മൾ പോയി ആസ്വദിച്ച് തന്നെ വരണം. കമ്പനിയുടെ 12ാമത്തെ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയുടെ കാർ ഫണ്ടാണ് കമ്പനി നമുക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ഈ ഫണ്ട് നാഷണൽ സെയിൽസ് ടീം ആയത് 12ാമത്തെ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഹാപ്പി ഹോം ഫണ്ട്, 1 കോടി രൂപയുടെ വില്ല ഫണ്ടാണ് കമ്പനി 13ാമത്തെ റാങ്ക് എത്തുന്ന സമയത്ത് ഇത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരുന്നു. ടാക്സ് വെച്ചിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട് ക്രെഡിറ്റ് ചെയ്തതാണ്. ഈ കമ്പനിയിൽ ഒരു 6 വർഷം 7ാമത്തെ വർഷത്തേക്ക് എത്തുന്ന കമ്പനിയിൽ നിലവിൽ 9ഓളം ആളുകൾ ഈ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പോവാണ്. ഈ കമ്പനിയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഹാപ്പി ഹോം ഫണ്ടൊക്കെ വാങ്ങിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മൾ ഇവിടേക്ക് എത്തുന്നത്. ഇതിലേക്കൊക്കെ എത്താനുള്ള ഒരു അവസരം എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു. ഒരു രജിസ്റ്റേർഡ് സ്റ്റോർ ആയിട്ട് എന്ത് പ്രോഡക്റ്റുകളും പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ പ്രൊജക്റ്റിലൂടെ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിന് പകരം ഒരൊറ്റ തവണ fijicard.com-ലൂടെ ഒരു പർച്ചേസ് നടത്തിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ എത്തുന്ന സമയം നാഷണൽ സെയിൽസ് ടീം 13 റാങ്ക് കവർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 3,65,50,000 രൂപ മിനിമം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. റാങ്ക്സും അവാർഡ്സ് ആൻഡ് റിവാർഡ്സും ഒക്കെ ആയിട്ട് ടോട്ടൽ എമൗണ്ട് ക്രെഡിറ്റ് ആവും. അപ്പൊ ലൈഫ് ടൈം നമുക്ക് ഇതിലൂടെ ഒരു പാസീവ് ഇൻകം കിട്ടുന്ന ഒരു മെത്തേഡാണ് കമ്പനി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ടീം ബിൽഡിംഗ് ബോണസും കാര്യങ്ങളെല്ലാം നേടിയെടുക്കാവുന്ന ഒരു അവസരമാണ് കമ്പനി നമുക്ക് തന്നിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നതാണോ, വളരെ ബിസിനസ് പരിചയമോ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ചോദ്യത്തിന് ഉത്തരമാണ് ഡിജിറ്റൽ അക്കാഡമി. നിങ്ങൾക്ക് വളരെ സാധാരണക്കാരായ ആളുകൾക്ക് വലിയ രീതിയിൽ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താൻ അവരെ കൂടെ നിൽക്കാൻ നമ്മളൊരു ഡിജിറ്റൽ അക്കാഡമി കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. അത് സൂം വഴി മീറ്റിംഗ് വഴിയും നമ്മുടെ ഫിസിക്കൽ ട്രെയിനിങ് പ്രോഗ്രാംസ് വഴിയും സാധാരണക്കാരെ അസാധാരണമായ ഒരു അവസരം പഠിപ്പിച്ച് ബിസിനസ് ചെയ്യേണ്ട രീതി മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഡിജിറ്റൽ അക്കാഡമി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് തൃശ്ശൂരാണ് വരുന്നത്. നമ്മുടെ റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് കർണാടകത്തില് ബാംഗ്ലൂരുണ്ട്. റീജിയണൽ മാർക്കറ്റിംഗ് ഓഫീസ് തമിഴ്നാട്ടിൽ വരുന്നുണ്ട്, കോയമ്പത്തൂരാണ് വരുന്നത്. അപ്പൊ ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്കൊരു ബിസിനസ് ചെയ്യാവുന്ന ഒരു അവസരമാണ് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ സമയം കൊണ്ടാണ് നമ്മളിവിടെ പ്ലാൻ നിങ്ങൾക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പം ചെറിയ സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചീഫ് ഗസ്റ്റ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ വെയിറ്റിംഗ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ അവസരം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെയൊക്കെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയുള്ള കമ്പനിയാണ് fijicard.com. ഒരു സാധാരണക്കാരന് അസാധാരണമായ സ്വപ്നങ്ങൾ കാണാൻ നേടിയെടുക്കാൻ പറ്റുന്ന അവസരമാണ് fijicard.com. ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുകയാണ്. നിങ്ങളും ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്വപ്നം കണ്ട നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അവസരമായിരിക്കും fijicard.com എന്നുള്ള ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ലിനീഷ് ഡിവിഷൻ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ fijicard.com സൈനിങ് ഓഫ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ലിനീഷ് സാർ. വളരെ മനോഹരമായിട്ട് നമ്മളെ
പ്ലാൻ പ്രസന്റേഷൻ, കമ്പനിയുടെ പ്ലാൻ പ്രസന്റേഷൻ ഇന്നിവിടെ ചെയ്യുകയുണ്ടായി. അപ്പോ ഞാന് ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നാണ്. ട്രിവാൻഡ്രം കാട്ടാക്കടയാണ് എന്റെ സ്വദേശം എന്ന് പറയുന്നത്. പിജി ഗാർഡൻ എന്ന് പറയുന്ന ഈ ഒരു ദൈവസ്പർശമുള്ള പ്രോജക്റ്റ് എന്തോ വരാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്കും തന്നു. ഇന്ന് കമ്പനിയുടെ 8ാമത്തെ റാങ്കിൽ ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറയുന്ന റാങ്കിൽ വർക്ക് ചെയ്യുകയാണ്. ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാനൊരു പ്രൈവറ്റ് ചാനലില് ഒരു എഡിറ്റിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ആ ഒരു ടൈമിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഞാൻ കേൾക്കാൻ ഇടയാവുന്നതും ഇതിലെ വരുമാനങ്ങളും ഈ കമ്പനിയുടെ അച്ചീവ്മെന്റുകളും ഒക്കെ കണ്ടപ്പോ ഭയങ്കര ത്രില്ലായി. കാരണം ചെമ്മണ്ണൂർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല എന്ന് ഏത് വ്യക്തിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ഞാനും ഒന്ന് കയറി നിൽക്കുവാനായിട്ട് തയ്യാറായി. ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെന്റ്, അതായത് 7 വർഷം ഞാൻ നിന്ന മേഖലയിൽ നിന്ന് എനിക്ക് കിട്ടാത്ത ഒരു അച്ചീവ്മെന്റ് പിജി കാർട്ട് എന്ന് പറയുന്ന ഈ പ്രോജക്റ്റിലൂടെ എനിക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. ഈ കമ്പനിയുടെ പെർ ഡേ 30,000, അതായത് ഒരു ദിവസം 30,000 എന്ന് പറയുന്ന സീലിംഗ് കേട്ട സമയത്ത് വളരെ അമ്പരപ്പോടെ ഇരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്കും ഈ കമ്പനിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ ഒരു ദിവസം 30,000 എന്ന് പറയുന്ന ഒരു സീലിംഗ് എനിക്കും അച്ചീവ് ചെയ്യുവാനായിട്ട് സാധിച്ചു. കമ്പനിയുടെ 50,000 രൂപയുടെ ബൈക്ക് ഫണ്ട് അച്ചീവർ ആണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഈ ഒരു പ്രോജക്റ്റിലൂടെ എനിക്ക് നേടിയെടുക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് എന്ത് പറയാം, നല്ലൊരു ടീമായിട്ട് വളരെ ഒരു ബോസ് ഇല്ലാതെ, ഒരു ടെൻഷൻ ഇല്ലാതെ, ഒരു ടാർഗറ്റ് ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട് നിന്നുകൊണ്ട് ഈ ഒരു ബിസിനസ് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓരോരുത്തരോടും പറയാനുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് കൺസെപ്റ്റ് തന്നെയാണ് പിജി കാർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ്. അതിന്റെ പ്ലാൻ പ്രസന്റേഷൻ ആണ് ഇപ്പോ കഴിഞ്ഞത്. ഇതിലെ എല്ലാ വരുമാനങ്ങളെ പറ്റിയും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഞാൻ അടുത്ത് കിടക്കാൻ പോകുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ചീഫ് ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ള എന്റെ ഒരു കർത്തവ്യത്തിലേക്കാണ്. അപ്പോ അതിന് ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് നമുക്കിവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കടന്നു വരുന്നത്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, കേരള പോലീസ് എല്ലാവരും ഭയങ്കര പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവർ ഒരുപാട് ആഗ്രഹത്തോടെ കാണുന്ന ഒരു മേഖലയാണ് അല്ലെ, കേരള പോലീസിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത്. ഇന്ന് കേരള പോലീസിൽ നിന്നും ഒരു വ്യക്തി തന്നെയാണ്, ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ് ഇന്ന് നമുക്കിവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് കടന്നു വന്നിരിക്കുന്നത്. തന്റെ ആ ഒരു ജോലി റിസൈൻ ചെയ്തുകൊണ്ട് ഇന്നിവിടെ പറഞ്ഞ അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് കേട്ട് കാണും. 50,000 രൂപയുടെ ബൈക്ക് ഫണ്ട്, 5 ലക്ഷത്തിന്റെ കാർ ഫണ്ട്, 10 ലക്ഷത്തിന്റെ ഈ യൂറോപ്യൻ ട്രിപ്പ്, അതിലുപരി 50 ലക്ഷത്തിന്റെ പ്രീമിയം കാർ ഫണ്ട്, 1 കോടി രൂപയുടെ വില്ല ഫണ്ട് ഉൾപ്പെടെ അച്ചീവ് ചെയ്ത റിയൽ ഹീറോ, റിയൽ സൂപ്പർ സ്റ്റാർ. ഏറെ അഭിമാനത്തോടുകൂടെ, ഏറെ സന്തോഷത്തോടുകൂടെ, കാരണം അതൊക്കെ വാങ്ങിയ വ്യക്തികൾ പിജി കാർഡിൽ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളെ പോലെയുള്ള ഓരോ വ്യക്തികൾക്ക് ഇത്രയും ഇൻസ്പയർഡ് ആയിട്ട് നിന്നുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സാറിനെ ഇന്ന് ഈ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. സുനിൽ മുഹമ്മദ് സാർ, കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം മാനേജർ. സാറിനെ വളരെ ഹൃദയപൂർവ്വം ഈ ഒരു സ്പെയിനിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ്. സുനിൽ സാർ, വാം വെൽക്കം ടു ദ സ്പെയിൻ. കേൾക്കുന്നുണ്ട്. ഏറെ സന്തോഷം ഇന്ന് ഈ ഒരു സായാഹ്നത്തില് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഈ ഒരു സായാഹ്നം ഏറ്റവും സന്തോഷമുള്ളതായി കണക്കാക്കുന്നു. എന്റെ പേര് ഇവിടെ പരിചയപ്പെടുത്തി, പേര് സുനിൽ. ഞാൻ കൊല്ലം സ്വദേശിയാണ്. കഴിഞ്ഞൊരു 6 വർഷക്കാലമായി ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട്, ഈ ബിസിനസ്സിൽ വരുന്നതിന് മാഡം സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് സർവീസിലായിരുന്നു. കേരള പോലീസിലായിരുന്നു ഏകദേശം ഒരു 20 വർഷക്കാലം. കൊല്ലം ജില്ലയിലായിരുന്നു ലാസ്റ്റ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കേരള പോലീസിൽ മാത്രമല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ജോലികൾ സ്വിച്ച് ഓവർ ചെയ്ത ഒരാളാണ്. പഠിക്കുന്ന സമയം മുതൽ ഇൻഷുറൻസ് അഡ്വൈസർ ആയിരുന്നു, ട്യൂട്ടോറിൽ പഠിപ്പിക്കാൻ പോകുമായിരുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് ഹോട്ടൽ ഫീൽഡിൽ കുറെ കാലം വർക്ക് ചെയ്തു. പോലീസിൽ ജോലി കിട്ടിയതിനു ശേഷം സർവീസിന് ലീവ് എടുത്ത് ഏകദേശം ഒരു 5 വർഷക്കാലം ഗൾഫിൽ വർക്ക് ചെയ്തു. ഇതിനിടയിൽ കുറെ കച്ചവടങ്ങളൊക്കെ ചെയ്തു. അച്ചാർ കച്ചവടം, അരിപ്പൊടി കച്ചവടം, മുയൽ കൃഷി, ഫ്രാഞ്ചൈസി ബിസിനസ്സുകൾ. വേറൊന്നുമല്ല, കുട്ടിക്കാലം മുതൽ ഹൈലി ആംബിഷ്യസ് ആയിരുന്നു. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണം. ടു ബിക്കം റിച്ച്, ദാറ്റ് വാസ് മൈ ആംബിഷൻ. വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം.
എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുട്ടിക്കാലം അത്രയും സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പൊ നമ്മൾ പറയുമല്ലോ, ഈ പട്ടിണി കിടന്നവനെ പട്ടിണിയുടെ വില അറിയൂ എന്ന് പറയാറുണ്ടല്ലോ. പണത്തിന്റെ വില, പണം ഇല്ലാതിരുന്ന കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാൾക്ക് ശരിക്കും അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ ആ ഒരു സമ്പന്നനാകണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ ഏതൊന്നിനെയാണോ തീവ്രമായി അന്വേഷിക്കുന്നത് അത് നമ്മൾ അറിയാതെ ഒരു ദിനം നമ്മുടെ കണ്ണിൽ വന്ന് ചേരുന്നല്ലേ. എന്നെ സംബന്ധിച്ച് എപ്പോഴും മനസ്സിൽ സമ്പന്നനാകണം എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഓരോ അവസരങ്ങളും മാറി 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 ചെയ്തു. സാധാരണഗതിയിൽ ഒരാൾക്ക് സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ, പ്രത്യേകിച്ച് ഇപ്പൊ സെക്രട്ടറിയുടെ ഫ്രണ്ടിലൊക്കെ പോലീസ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കിട്ടാത്ത ആളുകളുടെ ഒരു സമരവും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ 56 വയസ്സ് വരെ മറ്റാരെയും പേടിക്കേണ്ട, ശമ്പളം കിട്ടും, അത് കഴിഞ്ഞാൽ പെൻഷനും കിട്ടും, ഇതിലേക്ക് തട്ടിപ്പോയ വീട്ടുകാർക്ക് ജോലിയും കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ആശ്വാസം ഉള്ളത് കൊണ്ടാണ് എല്ലാവരും ഈ സർക്കാർ ജോലിയുടെ ഒരു പുറകെ പോകുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു കംഫർട്ട് സോണിലേക്ക് ഞാൻ പോയിട്ടില്ല. ഓഫ് കോഴ്സ് എനിക്ക് ഇതിനപ്പുറം നേടാൻ കഴിയും, എനിക്ക് ഇതിനപ്പുറം സ്വപ്നങ്ങളുണ്ട് എന്ന ഒരു ചിന്ത, നമ്മൾ ഈ ക്രിയേറ്റീവ് ഡിസ്കംഫോർട്ട് എന്നൊക്കെ പറയില്ലേ, ക്രിയാത്മകമായ അസ്വസ്ഥത, അത് എപ്പോഴും മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോ അവസരങ്ങളും മാറി മാറി ചെയ്തത്. അങ്ങനെ ഒരു തീവ്രമായ ആഗ്രഹം ഉള്ളിലുള്ളത് കൊണ്ടാകാം ഒരു 6 വർഷം മുമ്പ് ഈ അവസരം കേൾക്കാൻ ദൈവം തമ്പുരാൻ എനിക്കൊരു അവസരം തന്നതെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ മിസ്റ്റർ ലിനീഷ് എത്ര മനോഹരമായിട്ടാണ്, എത്ര പ്രൊഫഷണൽ ആയിട്ടാണ് ഈ ബിസിനസ് പ്ലാൻ ഇവിടെ പ്രസന്റ് ചെയ്തത്. താങ്ക് യു മിസ്റ്റർ ലിനീഷ്. ഞാൻ ഒരു 6 വർഷം മുമ്പ് ഈ അവസരം കേൾക്കുന്നത്, അന്ന് ഞാൻ താമസിക്കുന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്. എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞത്, സുനിൽ, നീ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളല്ലേ, ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു അവസരം എനിക്ക് നിന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. വിജയിക്കുമെന്ന് ഉറപ്പുള്ളൊരു ബിസിനസിനെ പറ്റി ബോധ്യപ്പെട്ടാൽ പിന്നെ ഞാൻ ക്ഷണക്കത്തിനായി കാത്തിരിക്കില്ല എന്ന അംബാനിയുടെ ഒരു വാചകമുണ്ട്. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി നാട് മൊത്തം പല പല അവസരങ്ങൾ തേടി നടന്ന എന്നോട് രക്ഷപ്പെടാൻ അവസരം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെന്തിന് ഞാൻ അയാളെ മടക്കി അയക്കണം. വരാൻ പറഞ്ഞു, ഈ അവസരം കേട്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ അവസരം കേട്ട സമയത്ത് നിങ്ങൾ ഇത് എങ്ങനെ ഉൾക്കൊണ്ടു എന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവിടെ മിസ്റ്റർ ലിനീഷ് വളരെ മനോഹരമായിട്ടൊരു പ്ലാൻ പറഞ്ഞു. ഡെയിലി 30,000, എല്ലാ ദിവസവും 30,000, മാസം 9 ലക്ഷം കിട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു. സത്യസന്ധമായിട്ട് ചോദിച്ചാൽ നിങ്ങൾ എത്ര പേര് അത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ ഫിഗറുകൾ വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഈ പോലീസുകാരെ പെട്ടെന്നൊരു കാര്യം കൺവിൻസ് ചെയ്യാൻ പ്രയാസമാണ്. നിങ്ങളൊരു നല്ലൊരു കാര്യം പറയാൻ ചെന്ന് നോക്കിയാൽ ആൾ ആദ്യം ചിന്തിക്കുന്നത് ഇതിനകത്ത് എന്തൊക്കെ ഉടായ്പുണ്ടെന്നായിരിക്കും, അല്ലെ? ഓർമ്മ നിങ്ങൾ പറഞ്ഞു നോക്കുക, അപ്പൊ അവർ മനസ്സിലാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാല് കേൾക്കുന്നതെല്ലാം അതുപടി വിശ്വസിച്ചാൽ പോലീസിലെ പണിക്ക് അയാൾ ഫിറ്റ് അല്ലെന്നാണ് അർത്ഥം. അപ്പൊ ഞാൻ കുറെ സംശയങ്ങളൊക്കെ ചോദിച്ചു. കാര്യങ്ങൾ കൺവിൻസ് ആയതിനു ശേഷമാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് 50,000 ബൈക്ക് ഫണ്ട്, 5 ലക്ഷം കാർ ഫണ്ട്, 50 ലക്ഷം പ്രീമിയം കാർ ഫണ്ട്, ലാസ്റ്റ് പറഞ്ഞൊരു ഫിഗർ ഉണ്ട് 1 കോടി, അല്ലെ? ഇറ്റ്സ് ആൻ അൺബിലീവബിൾ ഫിഗർ, റൈറ്റ്? 1 കോടി. അപ്പൊ അന്ന് അത് അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് വാങ്ങിയ ആരെങ്കിലും ഉണ്ടോ? പറഞ്ഞില്ല. അപ്പൊ കമ്പനി ആർക്കും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, കമ്പനി ആർക്കും ഇത് കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോ ഞാൻ ചിന്തിച്ചതും ആ സുഹൃത്തോട് പറഞ്ഞതും ഇതാണ്, കമ്പനി ഇത് ആര് കൊടുത്തിട്ടുണ്ടോ, ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടോ ഇതെനിക്ക് അറിയണ്ട, പക്ഷെ കമ്പനി ഇത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാനത് വാങ്ങിയിരിക്കും. I will achieve rupees 1 crore. You believe me? ഈ ബിസിനസ് തുടങ്ങിയ day 1 ഞാൻ എന്റെ ഡയറി, ഞാൻ സ്ഥിരമായിട്ട് ഡയറി എഴുതുന്ന ആളാണ് കേട്ടോ, എല്ലാ വർഷവും ഡയറി എഴുതുന്ന ഒരാളാണ്. എന്റെ ഡയറിയിലെ ആദ്യ പേജിൽ ഞാൻ എഴുതി വെച്ച വാചകമാണ്, സ്റ്റിൽ ഐ റിമെമ്പർ, ഞാൻ എഴുതി വെച്ച വാചകമാണ്, I will achieve rupees 1 crore. ഈ കമ്പനിയുടെ 1 കോടി ഞാൻ വാങ്ങിയിരിക്കും. എന്റെ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ സേവറിൽ ഞാൻ എഴുതി വെച്ച വാചകമാണ്, I will achieve rupees 1 crore. എന്റെ മൊബൈൽ ഫോണിന്റെ വാൾപേപ്പർ ഞാൻ എഴുതി വെച്ച വാചകമാണ്, I will achieve rupees 1 crore. It was my decision. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. അങ്ങനെ തീരുമാനം എടുത്താൽ പിന്നെ പോലീസിൽ പണിക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഡ്രീം വലുതാണ്, ലക്ഷ്യം വലുതാണ്. അപ്പൊ പിന്നെ ഒരു സാധാരണക്കാരനായ വ്യക്തി ഒരു സാധാരണ ജോലി ചെയ്താൽ എന്നും അവൻ സാധാരണക്കാരനായിരിക്കും, അല്ലെ? സ്വർണ്ണോ, ഞാൻ 20 കൊല്ലം ജോലി ചെയ്തു പോലീസിൽ. ജോലി വിടുന്ന സമയത്ത് ഒരു 15 കൊല്ലം സർവീസ് എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ആ 15 കൊല്ലം കൂടെ കണ്ടിന്യൂ ചെയ്താൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? മാറ്റം ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വേറൊരു പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റം ഉണ്ടാവും. അല്ലാതെ ജീവിതത്തിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അല്ലെ? ഇപ്പൊ 20 കൊല്ലം സാധാരണ ജോലി ചെയ്ത ആള് 10 കൊല്ലം കൂടെ ആ ജോലി ചെയ്താലും അയാളുടെ ജീവിതത്തിൽ മാജിക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഹി വിൽ ബി ആൻ ഓർഡിനറി പേഴ്സൺ, റൈറ്റ്? അപ്പോ അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. നമ്മൾ പറയല്ലേ, ഇഫ് യു വാണ്ട് എ ചേഞ്ച് യു മസ്റ്റ് ചേഞ്ച് ഫസ്റ്റ്. അപ്പൊ ഒരു അവസരം കിട്ടി. ആ അവസരം ഞാൻ കണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ കമ്പനി പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്താൽ മാസം 9 ലക്ഷം രൂപ തരാം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്താൽ, ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ, ഇങ്ങനെയൊക്കെ ബിസിനസ് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് 50 ലക്ഷം തരാം, 1 കോടി രൂപ തരാം. ഇത് പറയുന്ന ആള് ചില്ലറക്കാരനല്ല, അല്ലെ? പുള്ളി പറഞ്ഞതനുസരിച്ച് നമ്മളത് ചെയ്യുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തിട്ട് തരാതിരിക്കാൻ പറ്റുന്ന ഒരാളാണോ അദ്ദേഹം? നമ്മുടെ നാട്ടുകാർ വെച്ചുകൊണ്ടിരിക്കുവോ? 160 കൊല്ലമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ചെമ്മണ്ണൂർ എന്ന് പറയണേ. ഒരു 4000 കോടി വിറ്റവരുള്ള ഒരു കമ്പനിയാണ് ചെമ്മണ്ണൂർ എന്ന് പറയണേ.
10,000-കണക്കിന് സ്റ്റാഫുകളുള്ള 100-കണക്കിന് സ്ഥാപനങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് ചെമ്മണ്ണൂർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഒരു ഗ്യാരണ്ടി തന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ, ഇന്ന് വരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ 50 ലക്ഷം തരാം, 1 കോടി തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നോട് ഇപ്പൊ ഒരാൾ പറയുന്ന ആൾ നിസ്സാരക്കാരനല്ല. അപ്പൊ അത് ചെയ്താൽ തരേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അത് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആരുടെയാ? ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്യുന്ന ആളുടെ ഉത്തരവാദിത്തം അല്ലെ? അപ്പൊ അത് ചെയ്യാൻ ഞാൻ തയ്യാറാ. കാരണം നമ്മൾ പറയുമല്ലോ, ഈ ആകാശത്തു കൂടെ പറന്നു പോകുന്ന ഒരു പക്ഷി ഒരു ചില്ലമേൽ വന്നിരിക്കുന്നത് ചില്ലയിലുള്ള വിശ്വാസം കൊണ്ടല്ല, അവന്റെ ചിറകിന്മേലുള്ള വിശ്വാസമാണ്. എനിക്ക് എന്നിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഐ വിൽ ഡു. കാരണം പണിയെടുക്കാൻ ഞാൻ തയ്യാറാ. നമ്മൾ പറയുമല്ലോ, ഹാർഡ് വർക്കിംഗ് ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. പണിയെടുക്കുന്നതിന് എവിടെ പോയാലും പണിയെടുക്കും, ചുളു എടുക്കുന്നതിന് എവിടെ പോയാലും ചുളു എടുക്കും. റൈറ്റ്? ഞാൻ ഒരു ഹാർഡ് വർക്കിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ള വ്യക്തിയാണ് ഞാൻ. ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ ഇവിടെയും കഷ്ടപ്പെടാൻ തയ്യാറായിരുന്നു. ഈ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ 2 സുഹൃത്തുക്കൾ, അതിലൊരാള് എന്നെ പോലെ തന്നെ അല്പസ്വല്പം മറ്റുള്ള ഒരു പോലീസുകാരനാണ്. അല്ലെങ്കിൽ പണിയും കളഞ്ഞിട്ട് ഇറങ്ങില്ലല്ലോ. അങ്ങനെ ഒരു പണിയും കളഞ്ഞിട്ട് ഇറങ്ങുന്ന ആളുകളെ പൊതുവെ ആളുകൾ വിളിക്കുന്ന പേരത് തന്നെയാണല്ലോ അല്ലെ? ഞാൻ തമാശയായിട്ട് പറഞ്ഞതല്ല. നമ്മള് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആളുകൾ നമ്മൾ ആദ്യം വിളിക്കുന്ന പേര് ഭ്രാന്തൻ എന്നായിരിക്കും. റൈറ്റ് അല്ലെ? അപ്പോ എന്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. പുള്ളിയും എന്നെ പോലെ ജോലി വിട്ടു. എന്റെ മറ്റൊരു സുഹൃത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അച്ചാർ കച്ചവടം ചെയ്തപ്പോഴും അരിപ്പൊടി കച്ചവടം ചെയ്തപ്പോഴും മൊയിൽ കൃഷി ചെയ്തപ്പോഴും ഒക്കെ എന്റെ പാർട്ണറായിരുന്ന വ്യക്തി മിസ്റ്റർ ശ്രീകുമാർ. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂട്ടാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് കേട്ടോ. ഞങ്ങൾ 3 പേർ തുടങ്ങിയ ഒരു കൂട്ടായ്മ, യു ബിലീവ് മീ, ഇന്ന് 2 ലക്ഷത്തിലധികം അഫിലിയേറ്റ്സ് ഉള്ള വലിയൊരു ഓർഗനൈസേഷൻ ആണ്. ആ 2 ലക്ഷത്തിലധികം അഫിലിയേറ്റ്സില് ഇന്ന് 100-കണക്കിന് ആളുകൾ ഈ കമ്പനിയുടെ ലക്ഷക്കണക്കിന് വരുമാനം വാങ്ങിയ ഒരാളാണ്. ഈ കമ്പനിയുടെ തുടക്കം ഇന്ന് നിങ്ങൾ കാണുന്ന എത്ര മനോഹരമായിട്ടാണ് ഈ പ്ലാൻ ഇവിടെ പ്രസന്റ് ചെയ്തത്. ഇന്ന് കമ്പനിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഫാസ്റ്റ് ഗ്രോയിങ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ ഒരു കമ്പനിയാണ് ഫിജിക്കാർഡ് ഇ-കൊമേഴ്സ് ട്രൈബൽ ഇവിടെ ഈ കമ്പനി. എന്നാൽ 6 വർഷം മുമ്പ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ഇത്രയും വലിയൊരു പ്രൊഫൈൽ ഒന്നും ഇല്ല എടുത്തു പറയാൻ വേണ്ടിയിട്ട്. ഇത്രയും പ്രൊഡക്ട്സുകൾ ഇല്ല, വിജയിച്ച ആളുകൾ എവിടെയില്ല. ഇന്ന് കേരളത്തില് ഏത് പഞ്ചായത്തിൽ പോയിട്ട് ഫിജിക്കാർഡ് അച്ചീവർ പരിചയപ്പെടുത്താൻ പറഞ്ഞാലും മിനിമം ഒരു അച്ചീവർ എങ്കിലും എല്ലാ പഞ്ചായത്തിലും എല്ലാ വാർഡിലും ഉണ്ടാകും. അങ്ങനെ ഒരു പഞ്ചായത്തിൽ നിങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ, അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കാണുക. പക്ഷെ അന്നത്തെ സിറ്റുവേഷനിൽ ഒരാളില്ല ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനായിട്ട് അച്ചീവറായിട്ട്. പ്രൊഡക്റ്റ് ലഭിക്കുന്ന സ്ഥലങ്ങളില്ല, ഒരാളെ കൺവിൻസ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ആ സാഹചര്യത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളാണ് ഞങ്ങൾ എന്ന് പറയണേ. ആദ്യം ഞാൻ ഏകദേശം ഒരു 40-ഓളം ആളുകളോട് ഞാൻ ഈ ബിസിനസ് പറഞ്ഞു. ആരും കൺവിൻസിങ് ആയില്ല. 41-ാമതായിട്ട് ഞാൻ ഈ ബിസിനസ് പറഞ്ഞത് ഒരു 10ാം ക്ലാസ് തൊട്ട് പഞ്ചർ കടക്കാരനാ. യു ബിലീവ് മീ, ആ പഞ്ചർ കടക്കാരൻ, 10ാം ക്ലാസ് തോറ്റ പഞ്ചർ കടക്കാരൻ ഇന്ന് ഈ കമ്പനിയുടെ ഏകദേശം 3 കോടിയോളം വരുമാനം വാങ്ങിച്ച കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജറാണ് ആ വ്യക്തി. അദ്ദേഹം ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു 10ാം ക്ലാസ്സിൽ 159 മാർക്ക് വാങ്ങിച്ച ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ട്. പേര് ജോബി യോഹന്നാൻ എന്നാണ്. ഈ കമ്പനി എനിക്ക് ഐ തിങ്ക് നിയർലി ഒരു 1.5 കോടിക്ക് പുറത്ത് വരുമാനം വാങ്ങിച്ച വ്യക്തിയാണ് ഈ കമ്പനിയുടെ നാഷണൽ സെയിൽസ് മാനേജർ ജോബി യോഹന്നാൻ. ഞാൻ ഈ പറയുന്ന ആളുകൾ അങ്ങ് ജമ്മു കാശ്മീരിൽ താമസിക്കുന്ന ആളുകളൊന്നും അല്ല കേട്ടോ. നമ്മുടെ നാട്ടില് എന്റെ ജില്ലയില് താമസിക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ് പരിചയപ്പെടുന്ന ആളുകൾ എന്ന് പറയണേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് സാധാരണക്കാരുടെ ജീവിതത്തില് ചെറിയ ഒരു സൈനപ്പ് ഇടാനായിട്ട് ഈ ഉള്ളവന് കഴിഞ്ഞു. വിജയം എന്ന് പറയുന്നത് അതാണല്ലോ അല്ലെ. വെൻ യുവർ സിഗ്നേച്ചർ ബിക്കംസ് യുവർ ഓട്ടോഗ്രാഫ് യു വിൽ ബിക്കം എ സക്സസ്ഫുൾ പേഴ്സൺ. APJ പറഞ്ഞൊരു വാചകം. അങ്ങനെ കുറെ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഒരു ചെറിയൊരു സ്പാർക്കെങ്കിലും കൊടുക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അങ്ങനെ ഒരുപാട് ആളുകളെ അവരുടെ അച്ചീവ്മെന്റിലേക്ക് എത്താൻ സഹായിച്ചതിന്റെ പേരിൽ ഈ കമ്പനിയിൽ ഞങ്ങൾ ടോട്ടൽ വാങ്ങിയ വരുമാനം, യു ബിലീവ് മീ, 14 crores rupees, 14 കോടി രൂപ ഈ കമ്പനി വരുമാനം വാങ്ങാനായിട്ട് സാധിച്ചു. 2021 നവംബർ മാസം 24-ാം തീയതി ഈ കമ്പനിയുടെ 50 ലക്ഷം രൂപ കാർ ഫണ്ട് ഈ കമ്പനി എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു വന്നു. ഓഫ് കോഴ്സ് ഇതൊരു ഓൺലൈൻ മീറ്റിംഗ് ആണ് അല്ലെ. ഞാൻ ഏതോ ലോകത്തിരുന്ന് സംസാരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കേൾക്കുന്നു. ധാരാളം ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ നിരവധി കേൾക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ഇന്നൊരാളെ കബളിപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ലോകം വിരൽ തുമ്പില. ഇവിടെ മിസ്റ്റർ ലിനീഷ് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ പ്ലാൻ പ്രസന്റേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഷെയർ ചെയ്തതുപോലെ എനിക്ക് വേണമെങ്കിൽ എന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും, എന്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. റൈറ്റ്? എന്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ 145901009769 ബാങ്ക് അക്കൗണ്ട് ഓൺലൈനിൽ ഷെയർ ചെയ്യാനായിട്ട് ബാങ്കിന്റെ പെർമിഷൻ ഇല്ല. അതർവൈസ് ഐ ആം റെഡി ടു ഷെയർ വിത്ത് യു.
2021 നവംബർ മാസം ഈ കമ്പനി 50 ലക്ഷം വാങ്ങിയ സമയത്ത് എന്റെ ലൈഫിലെ ചെറിയൊരു അംബിഷൻ ഞാൻ പൂർത്തിയാക്കി. ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 20 കൊല്ലം സർവീസ് ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ പല പല സാഹസങ്ങൾ കാണിച്ചു കൂട്ടിയ വകയില് ഏകദേശം ഒരു 15 ലക്ഷം രൂപയോളം ബാധ്യതയിൽ നിന്ന ഒരാളാണ് ഞാൻ. കാരണം ബിസിനസ്സിൽ ഒരുപാടെണ്ണം വിജയിച്ചില്ല കേട്ടോ, പക്ഷെ അതൊന്നും പരാജയപ്പെട്ടു ഞാൻ പറയില്ല. കാരണം 100 വട്ടം വീഴുന്നതല്ല പരാജയം, 101 വട്ടം എഴുന്നേൽക്കാൻ മടിക്കുന്നതാണ് പരാജയം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചെയ്ത ബിസിനസ്സുകളൊക്കെ പൊട്ടി പാളിഷായി. അങ്ങനെ ഒരു 15 ലക്ഷം രൂപ ബാധ്യത. സാലറി 60,000 ഉണ്ട് പേപ്പറിൽ, കയ്യിൽ വാങ്ങുന്ന 15,000 രൂപ, ബാക്കി എല്ലാം ബാങ്കുകാർ ലോണായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമയത്താണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരണേ. ഒരു 2 വീലർ പോലും എനിക്ക് സ്വന്തമായിട്ടില്ല. ബട്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എന്റെ സ്വന്തം മെഴ്സിഡീസ് ബെൻസിനകത്ത് ഇരുന്നിട്ടാണ് ഞാൻ സംസാരിക്കണേ. വിജയം എന്നത് ഒരാൾ എത്ര ഉയരത്തിൽ എത്തി എന്നുള്ളതല്ല, ആ വിജയത്തിലേക്ക് എത്തുവാൻ അവൻ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് എനിക്കറിയാം, എന്നെ കേൾക്കുന്ന ആളുകളിൽ വലിയ പ്രൊഫൈലിലെ ആളുകൾ ഉണ്ടാകാം. ഒരു മാസം 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം 10 ലക്ഷം ഒക്കെ സാലറി വാങ്ങുന്ന ആളുകൾ ഉണ്ടാകാം. ഓക്കെ, ഇന്ന് മെഴ്സിഡീസും BMW ഒരു പണ്ടുള്ള കാലം പോലെ ഒരു അസാധാരണ കാഴ്ചയൊന്നും അല്ല. പക്ഷെ ഇന്നത്തെ ഈ അച്ചീവ്മെന്റിനെ കുറിച്ച് പറയുന്നത് ആര് എന്ന് ചോദിച്ചാൽ, യു ബിലീവ് മീ, ഒരു 5 വർഷം മുമ്പ് 6 വർഷം മുമ്പ് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഞാൻ ഒരു ബിലോ ആവറേജ് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ജനിച്ചു വളർന്ന ഒരാളാണ്. അന്ന് എന്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ, വൈഫ് B.Ed കഴിഞ്ഞ് നിൽക്കുന്നു, സ്കൂളിൽ പഠിക്കുന്ന ഒരു മകനുണ്ട്, എന്റെ വരുമാനത്തിൽ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമാണ്. വീട്ടിൽ നമ്മുടെയൊക്കെ വീട്ടില് 2 പേർക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം കഴിഞ്ഞുകൂടാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് നമ്മളിൽ പലർക്കും. അപ്പൊ അന്ന് ഒരു വരുമാനത്തിൽ മാത്രം ആശ്രയിച്ച് കഴിയുമ്പോൾ അയാളുടെ ജോലിയും കൂടെ ഇല്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു വരുമാനം നമ്മുടെ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ രാവിലെ പോയാൽ വൈകുന്നേരം കൂലിയായിട്ട് വീട്ടിൽ വരാം. ആഴ്ചക്കൂലിക്കാണെങ്കിൽ ആഴ്ചയിൽ ശമ്പളം കിട്ടും. ഒരു മാസം ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ 1ാം തീയതി 2ാം തീയതി ശമ്പളം വാങ്ങും. പക്ഷെ ഒരു പ്രസ്ഥാനത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ, സ്വന്തമായ സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അത് ചെയ്തു വെച്ചിരിക്കണം. ഇറ്റ് വിൽ ടേക്ക് സം ടൈം, റൈറ്റ്? അപ്പൊ ആ സമയത്തുള്ള സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സ്ട്രഗ്ലിംഗ് ആണ്. കോട്ടയത്തേക്ക് ഞാൻ താമസം മാറി പോലീസിലെ ജോലിയൊക്കെ കളഞ്ഞത്, കാരണം വൈഫ് ഹൗസ് കോട്ടയത്താണ്. കാരണം വൈഫിന്റെ വീട്ടിലേക്ക് താമസം മാറി, എന്നാൽ വാടക എടുക്കാനുള്ള സിറ്റുവേഷൻ പോലും എനിക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. അപ്പൊ അന്ന് കോട്ടയം ബസ് സ്റ്റാൻഡ് ഇറങ്ങിയിട്ട് എന്റെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരു 6 to 7 കിലോമീറ്റേഴ്സ് ഉണ്ട്. രാത്രി 1 മണിക്കും 2 മണിക്കും ഞാൻ ഈ 6 കിലോമീറ്റർ 7 കിലോമീറ്റർ നടന്നു പോയി നിൽക്കുകയാണ് കേട്ടോ. എത്രയോ ദിവസങ്ങൾ എന്ന് പറയണേ. ഞാനത് പറഞ്ഞത്, അന്ന് നടന്നുപോയ മനുഷ്യനാണ് ഇനി മെഴ്സിഡീസ് ബെൻസിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഓഫ് കോഴ്സ് ഐ എം നോട്ട് ട്രൈങ് ടു മേക്ക് യു എക്സൈറ്റഡ്. ഞാൻ ഗാന്ധിജി പറഞ്ഞതുപോലെ, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. ഒരു സാധാരണക്കാരനായ പോലീസുകാരന്റെ ജീവിതത്തിൽ ഈ ഓപ്പർച്യൂണിറ്റി വരുത്തിയൊരു മാറ്റമാണ്. ഒരു സാധാരണ വ്യക്തി ഒരു സാധാരണ ജോലി ചെയ്താൽ അവൻ എന്നും സാധാരണക്കാരനായിരിക്കും. പക്ഷെ ഒരു സാധാരണ വ്യക്തിയുടെ കയ്യിൽ ഒരു അസാധാരണമായ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അവൻ പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ആ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാൻ തയ്യാറാണെങ്കിൽ, ആ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, ആ വ്യക്തിയെ ഒരു അസാധാരണ മാറ്റത്തിലേക്ക് നയിക്കാൻ, അസാധാരണ നേട്ടത്തിലേക്ക് നയിക്കാൻ ആ അസാധാരണമായ ഓപ്പർച്യൂണിറ്റിക്ക് കഴിയും. ഞാനത് പറയാൻ കാരണം എന്റെ മാത്രം അനുഭവം വെച്ചിട്ടല്ല. സാധാരണക്കാരായ ധാരാളം ആളുകൾ കഴിഞ്ഞൊരു 6 months, ഒരു 6-7 മാസം മുമ്പ് കമ്പനിയുടെ 50 ലക്ഷവും 1 കോടിയും വാങ്ങിയ കൂട്ടത്തില് കോഴിക്കോട് സ്വദേശിനിയായ ഒരു ലീഡർ ഉണ്ട്. ഒരു 7ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സ്വപ്ന എന്ന വീട്ടമ്മ ഈ കമ്പനി 50 ലക്ഷം വാങ്ങിച്ച ആളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1 കോടി വാങ്ങിച്ച പല ആളുകളും ഈ സാധാരണക്കാരായ ആളുകളാണ്. അപ്പൊ എനിവേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഫെജി കാർഡ് എന്ന് പറയുന്ന ഒരു അമേസിംഗ് ഓപ്പർച്യൂണിറ്റിയാണ്. എന്നെ കേൾക്കുന്ന ആളുകൾ പക്ഷെ ജോലി അന്വേഷിക്കുന്ന ആളുണ്ടാകാം. നമുക്കറിയാലോ, ഇന്ന് ഒരു സാധാരണ ജോലി, കഴിഞ്ഞ ദിവസം എന്റെ വൈഫിന്റെ ഒരു സുഹൃത്ത് MA-യും MPhil-ഉം PhD കഴിഞ്ഞ ആളാ. ഒരു സ്വകാര്യ കോളേജില് ഗസ്റ്റ് ലെക്ചർ ആയിട്ട് പോകുന്നു. 10,000 രൂപ ശമ്പളത്തിനാണ്. അവിടെയാണ് നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കേണ്ടത്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി 1 മാസം 2 മാസം 3 മാസം ആത്മാർത്ഥമായിട്ടൊന്ന് പ്രവർത്തിച്ച് മിനിമം ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്ന റാങ്കിലേക്ക് എത്തിയാൽ പോലും മിനിമം ഒരു 10,000 മുതൽ 20,000 ഒരു ബോണസ് കൊടുക്കുന്ന ഈ കമ്പനി, മന്ത്ലി ബോണസ് കൊടുക്കുന്ന ഈ കമ്പനിയിൽ ഒരു 17,000 18,000 ഒരു മാസം വരുമാനം വാങ്ങേണ്ട ഓപ്പർച്യൂണിറ്റി കമ്പനി നൽകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പക്ഷെ ഒരു ജോലി അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ചിന്തിച്ചു നോക്കുക, ഇതൊരു ഏറ്റവും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ചെയ്യുന്നു, 20 കൊല്ലമായിട്ട് ചെയ്യുന്നു. നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി കഴിഞ്ഞ 10 കൊല്ലമായിട്ട് 20 കൊല്ലമായിട്ട് ചെയ്യുന്നു. അതേ ജോലി ഇനി വരുന്ന ഒരു 10 കൊല്ലം കൂടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും. നിങ്ങളുടെ മക്കളുടെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പ്രിയ സുഹൃത്തെ, ഐ ആം സോറി, ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുള്ളതല്ല. നിങ്ങളുടെ എല്ലാ സ്വപ്നവും ആ ജോലി കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ, ആ അവസരം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, ആ ചെയ്യുന്ന അവസരം കുറെ കൂടെ സീരിയസ് ആയിട്ട് അങ്ങോട്ട് ചെയ്യുക.
അതല്ല ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഓപ്പർച്യൂണിറ്റി കൊണ്ട് എന്റെ സ്വപ്നങ്ങൾ പോയിട്ട് എന്റെ ആവശ്യങ്ങൾ പോലും പൂർത്തീകരിക്കാനും നിറവേറ്റാനും കഴിയില്ല എന്നൊരു തിരിച്ചറിവുണ്ടെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ് ദിസ് ആൻ ഓപ്പർച്യൂണിറ്റി. സി, ഒരു സമ്പന്നൻ എന്നും സമ്പന്നനായിരിക്കുന്നതിനും ദരിദ്രനും ദരിദ്രനായിരിക്കുന്നതിനും ചില കാരണങ്ങളുണ്ട്. കാരണം സമ്പന്നന്റെ കാഴ്ചപ്പാടുകൾ സമ്പന്നമാണ്, ദരിദ്രന്റെ കാഴ്ചപ്പാടുകൾ ദരിദ്രമാണ്. എപ്പോഴും വിജയിക്കണമെങ്കിൽ വിജയത്തെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുന്ന ഒരാളാകണം തുടർച്ചയായിട്ട്. നമ്മളിൽ എല്ലാവരും ചിന്തയൊക്കെ ഉണ്ടല്ലേ, ജീവിതത്തിൽ വിജയിക്കണമെന്ന് ചിന്തിക്കാത്ത ആരാ? അല്ലെ, എല്ലാ വർഷവും നമ്മൾ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. 2024 തുടക്കത്തിൽ തീരുമാനിച്ചു, 2025 തീരുമാനിച്ചു. തീരുമാനങ്ങൾക്കൊന്നും ഒരു കുറവില്ല. പക്ഷെ എടുത്ത തീരുമാനങ്ങൾ എത്രത്തോളം നടപ്പിലായി, കണ്ട സ്വപ്നങ്ങൾ എത്രത്തോളം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെയാണ് ഒരു മാറ്റവും ജീവിതത്തിൽ ഉണ്ടായില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മളൊക്കെ നേട്ടത്തെ കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ, സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിച്ചതേ ഉള്ളൂ. ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നമ്മളൊരു ചെറു വിരൽ പോലും അനക്കിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിപ്പോയാലോ, ഞാൻ ആ കച്ചവടം തുടങ്ങിയാൽ അത് പൂട്ടിപ്പോയാലോ, അല്ലെ അത് നഷ്ടമായി പോയാലോ, ഇങ്ങനെ പേടിച്ച് 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 ഒന്നും ചെയ്യാതിരുന്നു. പക്ഷെ ജീവിതത്തിൽ വിജയിച്ച ആളുകളുടെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ജീവിതത്തിൽ വിജയിക്കുന്നതിനെ കുറിച്ച് തീവ്രമായി ആഗ്രഹിക്കുകയും ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് അതിനനുസൃതമായ അവസരങ്ങളെ കുറിച്ചുള്ള ഗൗരവമായുള്ള ഒരു അന്വേഷണവും അവരുടെ പിന്നിലുണ്ടാകും. അതിലുപരി അങ്ങനെ അവസരം കയ്യിൽ കിട്ടിയാൽ ആ അവസരത്തെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചപ്പാടും ഉണ്ടാകും. ഒരിക്കലും ഒരു ബിസിനസ്സും ഒരവസരവും ഒരു മനുഷ്യനെയും മാറ്റിമറിക്കില്ല കേട്ടോ. ഒരു ബിസിനസ്സും ഒരവസരവും ഒരു മനുഷ്യനെയും മാറ്റിമറിക്കില്ല. മറിച്ച് ആ അവസരത്തോടുള്ള ആ മനുഷ്യന്റെ കാഴ്ചപ്പാടാണ് ആ വ്യക്തിയെ മാറ്റിമറിക്കുന്ന നിങ്ങൾ തിരിച്ചറിയുക. കേരളത്തിൽ ആദ്യമായിട്ട് ഫിജി കണ്ട് ബിസിനസ് തുടങ്ങിയ പോലീസുകാരൻ ഞാനാകണമെന്ന് നിർബന്ധമില്ല പ്രിയ സുഹൃത്തെ. ഞാൻ ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഏകദേശം 85,000 ആളുകൾ ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 85,000 ആളുകൾക്ക് ശേഷം ഈ ബിസിനസ് തുടങ്ങിയ ഞാൻ ഇന്ന് ഈ കമ്പനി ടോപ്പ് 3rd റാങ്കിങ്ങിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് തുടങ്ങുന്നു എന്നുള്ള നല്ല വിഷയം. കേരളത്തിൽ ആദ്യമായിട്ട് ഫിജി കാർഡ് തുടങ്ങിയ ആൾ ഞാനല്ല. പക്ഷെ ഫിജി കാർഡിൽ നിന്ന് പഠിക്കാൻ തയ്യാറായ, ഫിജി കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ തയ്യാറായ, ഫിജി കാർഡ് സ്വന്തം ജീവനായിട്ട് ഏറ്റെടുത്ത പോലീസുകാരന്റെ പേര് ചോദിച്ചാൽ ഒരു പക്ഷെ കൊല്ലക്കാരൻ സുനിൽ എന്നായിരിക്കും മറുപടി പറയണേ. അതുകൊണ്ടാണ് ഫിജി കാർഡിലൂടെ 14 കോടി വരുമാനം വാങ്ങിച്ച, ഫിജി കാർഡ് മെഴ്സഡീസ് ബെൻസ് ഉപയോഗിക്കുന്ന പോലീസുകാരന്റെ പേര് ചോദിക്കുമ്പോൾ സുനിൽ എന്ന മറുപടി പറയുന്നത് അതുകൊണ്ടാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, സി, എനിക്ക് കിട്ടിയ അവസരവും നിങ്ങൾ കിട്ടിയ അവസരവും ഒന്ന് തന്നെയാണ്. പ്ലാൻ പ്രസന്റ് ചെയ്ത മിസ്റ്റർ ലിനീഷിനും മിസ്സസ് നീതുവിനും കിട്ടിയത് ഒരേ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങളെ ഈ പ്രോഗ്രാം ക്ഷണിച്ച സുഹൃത്തിന് കിട്ടിയ അവസരവും ഒന്ന് തന്നെയാണ്. വാട്ട് മേക്സ് ദ ഡിഫറൻസ്? ആ ഓപ്പർച്യൂണിറ്റി നമ്മളുള്ള കാഴ്ചപ്പാടാണ്. ഒരു 5-6 കൊല്ലം ഈ ബിസിനസ് കേൾക്കുന്ന സമയത്ത് വേണമെങ്കിൽ എനിക്കും ചിന്തിക്കായിരുന്നു, അത്യാവശ്യം ഭേദപ്പെട്ട ജോലി ഉണ്ടല്ലോ, ഇപ്പൊ ASI ആവാൻ പോകുന്നു, സർവീസ് കംപ്ലീറ്റ് ചെയ്താൽ വേണമെങ്കിൽ SI ആയിട്ട് വേണമെങ്കിൽ റിട്ടയർ ആവാം, ഉള്ള പെൻഷനും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ഇരിക്കാം, എനിക്ക് വേണമെങ്കിൽ എന്നെ ചിന്തിക്കായിരുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചത് അങ്ങനെയല്ല. ഏകദേശം 60,000-ഓളം പോലീസുകാരില് കേരള പോലീസിൽ ഒരു പോലീസുകാരനായിരിക്കാൻ തുടരാൻ ഇനി PSC ടെസ്റ്റ് പാസ്സായ ട്രെയിനിങ് പൂർത്തിയാക്കിയ ഏത് പോലീസുകാരനെ കൊണ്ട് സാധിക്കും. എന്നാൽ അതിനപ്പുറമുള്ള നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ, സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അതിൽ എന്നെ പോലെ ആൾക്ക് സാധിക്കുമെന്ന വേറിട്ട ചിന്തയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി തുടങ്ങിയത്. സോ നിങ്ങൾക്ക് യെസ് ഓർ നോ സ്വീകരിക്കാം. ഇറ്റ്സ് യുവർ ഡിസിഷൻ. നോ എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അതിനകത്ത് യാതൊരു സങ്കടവും ഇല്ല. കാരണം ഞങ്ങൾ എല്ലാ ആഴ്ചയും ഈ മീറ്റിംഗ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾ അറിയാലോ. 1000 പേര് ഇങ്ങനെ ഇടിച്ചിടിച്ചെന്ന മീറ്റിംഗ് അടുത്ത ആഴ്ച മീറ്റിംഗ് നടക്കുന്നുണ്ട്. ഓരോ ഏരിയയിലും മീറ്റിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങൾക്ക് പകരം നാളെ മറ്റൊരാളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരും. മറിച്ച് യെസ് എന്നാണ് ഒരു തീരുമാനം നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത സുഹൃത്തില്ലേ, ആ സുഹൃത്തിനെ വിളിച്ച് താങ്ക് യു എന്നൊന്ന് പറയണം. എന്തിനാണെന്നറിയോ? ആ സുഹൃത്ത് നിങ്ങളെ വിളിച്ചതേ ഫിജി കാർഡ് മല്ലിയ മുളക് വാങ്ങിപ്പിക്കാനൊന്നുമല്ല, പേസും സോപ്പോ വാങ്ങിക്കാനൊന്നുമല്ല. ഫിജി കാർഡുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ ഇൻവൈറ്റ് ചെയ്ത സുഹൃത്തെങ്കിൽ ഇവിടെ ഈ ബിസിനസിന്റെ പ്ലാൻ അനുസരിച്ച് 1 കോടി രൂപ റിവാർഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഈ കമ്പനിയിലേക്ക് അദ്ദേഹം പരിചയപ്പെടുന്ന മിനിമം ഒരു 2 പേർക്കെങ്കിലും 50 ലക്ഷം വാങ്ങിക്കൊടുക്കാൻ സഹായിച്ചിരിക്കണം. ദാറ്റ് മീൻസ് ആ സുഹൃത്ത് നിങ്ങളെ ക്ഷണിച്ചതേ നിങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനാ. ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സുഹൃത്തുക്കൾ എന്തിന് സ്വന്തം സഹോദരങ്ങൾ പോലും വിളിച്ചിട്ടുണ്ടോ? വാടാ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം, ഒന്ന് വാടൂ സുഹൃത്തെ നിന്നെ ഞാൻ രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തെ, ഇന്ന് നിങ്ങളെ ആ സുഹൃത്ത് വിളിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെടുത്താൻ വേണ്ട തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ഗീതോപദേശത്തിൽ ഭഗവാൻ കൃഷ്ണ അർജുനോട് പറയുന്നൊരു വാചകമുണ്ട്, പാർത്ഥ പറയേണ്ടത് ഞാൻ പറഞ്ഞു, കേൾക്കേണ്ടത് നീ കേട്ടു, ഇനി തീരുമാനം നിന്റേതാണ്. ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, ഞാനോ ഇവിടെ പ്ലാൻ പ്രസന്റ് ചെയ്ത ആളുകളോ ഒന്നും ഈ കമ്പനിയുടെ സ്റ്റാഫല്ല.
ഞങ്ങളാരും ബോബിച്ച മണ്ട സുഹൃത്തോ ബന്ധുവൊന്നുമല്ല. നിങ്ങൾ ഇനി ഓപ്പർച്യൂണിറ്റി കേട്ടതുപോലെ ഒരു 6 വർഷം മുമ്പ് ഈ ഓപ്പർച്യൂണിറ്റി കേട്ട വ്യക്തിയാണ് ഞാൻ. അന്ന് ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചു. ഈ ബിസിനസ് തുടങ്ങുവാൻ, ഈ ബിസിനസ് പഠിക്കുവാൻ, ഇതിനൊരു അവസരമായിട്ട് ഏറ്റെടുക്കുവാൻ ഒരു തീരുമാനമെടുത്തു. ഇൻ മൊമെന്റ്സ് ഓഫ് ഡിസിഷൻ യുവർ ഡെസ്റ്റിനി ഈസ് ഷേപ്ഡ്. നമ്മൾ തീരുമാനമെടുക്കുന്ന സമയത്ത് നമ്മുടെ വിധി നിർണയിക്കപ്പെടുന്നു എന്ന് പറയാറുണ്ട്. ഒരു 6 കൊല്ലം മുമ്പ് ഒരു സാധാരണ പോലീസുകാരെടുത്ത തീരുമാനം അയാളുടെ ജീവിതത്തിൽ മാത്രമല്ല മാറ്റമുണ്ടാക്കിയത്, അയാളെ വിശ്വസിച്ച് ഈ ബിസിനസ്സിലേക്ക് വന്ന 100 കണക്കിന് ആളുകളുടെ ജീവിതത്തിലാണ് മാറ്റമുണ്ടാക്കിയത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയ പ്രിയപ്പെട്ട സുഹൃത്തെ. അപ്പൊ ഈ ഒരു അവസരം എന്താണെന്ന് നിങ്ങൾ പഠിക്കുക. ലോട്ടറി അടിക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താ? ലോട്ടറി എടുക്കുക എന്നുള്ളതാണ് അല്ലെ. ഓഫ് കോഴ്സ് ഇതൊരു ലോട്ടറി ടിക്കറ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ഇതൊരു ബിസിനസ് ആണ്, ഇതൊരു പക്കാ ബിസിനസ് ആണ്. ഏതൊരു ബിസിനസ്സിനെയും പോലെ ഒരു ബിസിനസ് ആണ്. ഓൺലി ഡിഫറൻസ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ഒരു ജോലി കഴിഞ്ഞിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്നത്. പലരും ചോദിച്ചിട്ടുണ്ട് ഓൺട്രപ്രണർഷിപ്പ് ആണോ എംപ്ലോയ്മെന്റ് ആണോ ഏറ്റവും നല്ലത് എന്ന്. പലരും കൺഫ്യൂഷനാണ്. ഓഫ് കോഴ്സ് ഒരിക്കലും ഒരു ബിസിനസ് ചെയ്ത് സമ്പന്നനാകുന്നത് പോലെ ഒരു ജോലി ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല. നമുക്കറിയാവുന്ന വസ്തുതയാണ്. പക്ഷെ നമ്മൾ ബിസിനസ് കേൾക്കുന്നവർ മാറി നിൽക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ പണം നഷ്ടമാകുമോ എന്നുള്ളൊരു ചിന്തയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ഭയം വേണ്ട, കാരണം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഐഡിയ അടിക്കുന്നത് പോലെ നിങ്ങൾ ഇവിടെ ഒരു ഐഡിയ അടിച്ച് നിങ്ങൾക്ക് ആവശ്യം, നിങ്ങൾക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഈ കമ്പനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ബിസിനസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ, വേണമെങ്കിൽ ചെയ്യാൻ, നത്തിങ് ടു ലൂസ്. അപ്പൊ ഇൻവെസ്റ്റ്മെന്റിന്റെ ഭാഗമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സീറോ ഇൻവെസ്റ്റ്മെന്റ് സീറോ റിസ്ക്. ഇപ്പൊ രണ്ടാമതൊരു സംശയം ഒരുപക്ഷെ നിങ്ങൾക്ക് വന്നേക്കാം. ഓക്കെ, സംഭവമൊക്കെ ശരി, പക്ഷെ ഇവിടെ പ്രസന്റ് ചെയ്ത സംസാരിച്ച എല്ലാ ആളുകളും മനോഹരമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇതിനകത്ത് വന്നിട്ട് പഠിച്ചതാ കേട്ടോ. വെള്ളത്തിൽ വീണാ പിന്നെ നീന്തൽ അറിയില്ലെങ്കിൽ എങ്ങനെയും കൈകാലത്ത് അടിച്ചാലേ പറ്റുള്ളൂ. ഇവിടെ വന്നിട്ട് പഠിച്ചതാ ഞങ്ങളൊക്കെ. ഇത് ഞങ്ങൾ ബഹുഭൂരിഭാഗം ആളുകളും. പക്ഷെ അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല. കാരണം ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ഈ പ്രോഗ്രാമിനെ ക്ഷണിച്ചാരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ മിസ്റ്റർ ലിനീഷും നീതു മേഡം ഒക്കെ സംസാരിച്ചത് നിങ്ങൾ ക്ഷണിച്ച സുഹൃത്തിന് വേണ്ടിയാണ്. നാളെ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുവാൻ, ഈ ബിസിനസ് എന്താണ് നിങ്ങളുടെ സുഹൃത്തിനും ബന്ധുവിനും പറഞ്ഞു കൊടുക്കുവാൻ ഇവിടെ ധാരാളം ലീഡേഴ്സ് ഉണ്ട്. അതിലുപരി ഡിജിറ്റൽ അക്കാദമി എന്ന ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്, ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. ഏതൊരു സാധാരണക്കാരനെയും അസാധാരണക്കാരനാക്കാൻ കഴിയുന്ന ഒരു സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ. ഇനി മൂന്നാമതൊരു വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് അവസരങ്ങൾ മാറി മാറി ചെയ്ത ആളാ, പല ബിസിനസ്സുകൾ മാറി മാറി പരീക്ഷിച്ച ഒരാളാ. പക്ഷെ ഒരു ബിസിനസ്സിലും നേടാൻ കഴിയാത്ത, വിജയിക്കാൻ കഴിയാത്ത എനിക്കിവിടെ വിജയിക്കാൻ സാധിച്ചുവെങ്കിൽ അത് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി പ്രത്യേകതയാണ് പ്രിയ സുഹൃത്തെ. അപ്പൊ എന്തായാലും ഈ ഒരു അവസരം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. നാളത്തെ ദിവസം നേരം പുലർന്നാൽ വിഷുവാണ് അല്ലെ. വിഷുവാണ്. ജീവിതത്തിൽ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ. അടുത്ത വിഷുവെങ്കിലും നമുക്ക് സമൃദ്ധിയുടേതാകണം. സമൃദ്ധിയുടേതാണ് വിഷു, സമ്പന്നതയുടേതാണ് വിഷു എന്ന് വെറും വാക്കിനാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു തള്ളുക അല്ലെ. ഓണവും വിഷു ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഓണവും വിഷുവും കഴിയുമ്പോ പറയും അടുത്ത വിഷുവെങ്കിലും ഒന്ന് നന്നായിട്ട് ആഘോഷിക്കണം അല്ലെ. ഇത് എത്രയോ വിഷുവായിട്ട് നമ്മൾ പറയണു അല്ലെ. പക്ഷെ എന്താ മാറ്റം വരാത്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കഴിഞ്ഞ വിഷുവിന് ചെയ്ത അതേ പരിപാടി തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണേ അല്ലെ. കഴിഞ്ഞ ഓണത്തിന് ചെയ്ത ഇത് അതേ പരിപാടിയാ ഇത് ഇനി അടുത്ത ഓണത്തിന് ചെയ്യാൻ പോണേ. പിന്നെ എങ്ങനെയാ മാറ്റം ഉണ്ടാവുക അല്ലെ. മാറ്റം ഉണ്ടാകണമെങ്കിൽ മാറി ചിന്തിക്കാൻ തയ്യാറാകണം, മാറി പ്രവർത്തിക്കാൻ തയ്യാറാകണം. അങ്ങനെ മാറി ചിന്തിച്ച, മാറി പ്രവർത്തിച്ച ആളുകളാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. അപ്പൊ ഈ അവസരം എന്താണെന്ന് ശരിയായി മനസ്സിലാക്കാൻ, ശരിയായി ഏറ്റെടുക്കാൻ, നമ്മുടെ മാത്രം നമ്മുടെ അടുത്ത തലമുറയുടെ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, അത് ശരിയായി മനസ്സിലാക്കാനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസിക്കുന്നു. സമ്പത്തും സമൃദ്ധിയും തുടർന്നുള്ള എല്ലാ വിഷുവിനും ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്മയോടെ നിർത്തുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രോഗ്രാം എന്റെ പേരായിട്ട് MC will come back again. Thank you very much. Wish you all the best. Jai Hind, Jai Fijikan and good night. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വളരെ മനോഹരമായിട്ട് തന്നെ ഇന്ന് എല്ലാ സാധ്യതകളും നമുക്ക് പറഞ്ഞു. എന്താണ് ഈ ഒരു പ്രോജക്റ്റ് എന്നും ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എന്തായാലും നമുക്ക് നേരിട്ട് തന്നെ കൂടെയാണ്. അപ്പൊ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ട് ഇതിന്റെ മുഴുവൻ സാധ്യതകൾ സാറ് തെളിവ് സഹിതം ഇന്നിവിടെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റ് ഇനി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. കാരണം നമ്മുടെ തീരുമാനത്തിന് മാത്രമേ നമ്മുടെ ജീവിതത്തെ മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നല്ലൊരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കട്ടെ.